Hi, good evening, everyone. Am I audible? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർനാഷണൽ ബിസിനസ് ആണ്. ഇന്റർനാഷണൽ ബിസിനസ്സിൽ നിന്നും എന്തായാലും നമ്മുടെ പേപ്പർ 2-ൽ വി ക്യാൻ എക്സ്പെക്ട് 4 to 5 ക്വസ്റ്റ്യൻസ്. നോർമലി 5 ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഇന്റർനാഷണൽ ബിസിനസ്. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത്ര റെലവെന്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യേണ്ട ഒരു 3 to 5 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് 5 ഓൺലി. ഇതിനേക്കാളും കൂടുതൽ 5-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച വർഷങ്ങളുണ്ട്. അപ്പൊ അത്രയും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് തന്നെ കാണുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്റർനാഷണൽ ബിസിനസ്സിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ബേസിക് കൺസെപ്റ്റ് ആണ്. എന്താണ് ഇന്റർനാഷണൽ ബിസിനസ്? അതായത് ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. സോ ദി ടേം ഇന്റർനാഷണൽ ബിസിനസ് റെഫേഴ്സ് ടു എനി ബിസിനസ് ദാറ്റ് ഓപ്പറേറ്റ് അക്രോസ് ദി ഇന്റർനാഷണൽ ബോർഡർ. ഒരു രാജ്യത്തിന്റെ ഇന്റർനാഷണൽ ബൗണ്ടറിക്ക് പുറത്തേക്കുള്ള, അതായത് ഇന്ത്യയിൽ നിന്നും ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള മറ്റൊരു രാജ്യവുമായി ഇന്ത്യയുടെ ആ ഒരു ഇന്റർനാഷണൽ ബൗണ്ടറിക്ക് പുറത്തേക്കുള്ള ഏതൊരു ബിസിനസ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന ടേമിന്റെ സ്കോപ്പിൽ തന്നെ നമുക്ക് പറയാം. സോ ഇറ്റ്സ് മോസ്റ്റ് ബേസിക്. ഇറ്റ് ഇൻക്ലൂഡ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ കൺട്രീസ്. നമ്മൾ ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയും. ഏറ്റവും ബേസിക് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡ് ആണ്. അതായത് ക്രോസ് ബോർഡർ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ ഗുഡ്സും സർവീസസും ട്രേഡ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ അത് ഇന്റർനാഷണൽ ട്രേഡ് ആണ്. അതുമായി ബന്ധപ്പെട്ട മറ്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്, ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് മൂവ് ചെയ്യാം, മറ്റ് കാര്യങ്ങൾ, അതായത് FDI മൂവ് ചെയ്യാം, വി ക്യാൻ ഐഡന്റിഫൈ എൻ നമ്പർ ഓഫ് തിങ്സ്. അതെല്ലാം ചേർന്ന് കഴിഞ്ഞാൽ ട്രേഡിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മറ്റുള്ള ആക്ടിവിറ്റീസ് എല്ലാം ചേർന്ന് കഴിയുമ്പോഴാണ് അത് ഇന്റർനാഷണൽ ബിസിനസ് കൺസെപ്റ്റിലേക്ക് വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇന്റർനാഷണൽ ബിസിനസ്. International business includes all those commercial activities which take place for promoting the transfer of goods and services, people, resources, technologies, etc. across the national boundaries. So ഒരു രാജ്യത്തിന്റെ നാഷണൽ ബൗണ്ടറിക്ക് പുറത്തേക്ക് കൊമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് എല്ലാം, അത് ഇപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ, റിസോഴ്സസ്, ടെക്നോളജീസ്, റിസോഴ്സസ്, ടെക്നോളജീസ്, ഇങ്ങനെയുള്ള ഏതൊരു കൺസെപ്റ്റും, ഏതൊരു മൂവ്മെന്റ് ആയ റിസോഴ്സ് മൂവ്മെന്റ് ഒക്കെ നമുക്ക് ഇന്റർനാഷണൽ ബിസിനസിന്റെ പാർട്ടായിട്ട് തന്നെ പറയാം. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദി കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് വിച്ച് ടേക്സ് പ്ലേസ് ഫോർ പ്രൊമോട്ടിംഗ് ദി ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, പീപ്പിൾ, resources, technologies, etc. across the national boundaries. It comprises trade of goods and services at a global level. So it's all about നമ്മളിപ്പോ ബിസിനസ് ക്രോസ് ബോർഡർ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ that is called international business. Now, economic resource transaction may include skill, capital, and people for international production of goods and services such as banking, finance, insurance, etc. അതായത് നമ്മൾ പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അലൈഡ് ആക്ടിവിറ്റീസും, ട്രേഡും അതോടൊപ്പം ചേർന്ന് വരുന്ന എയ്ഡ്സ് ട്രേഡ് നമ്മൾ പറയും. അതായത് അലൈഡ് ആക്ടിവിറ്റീസ് ടു ട്രേഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സ്കിൽ ആവശ്യമാണ്, ക്യാപിറ്റൽ ആവശ്യമാണ്, പീപ്പിൾ ആവശ്യമാണ്, അതോടൊപ്പം തന്നെ ബാങ്കിങ് സർവീസസ് ആവശ്യമാണ്, ഫിനാൻസ് ആവശ്യമാണ്, ഇൻഷുറൻസ് ആവശ്യമാണ്. ഇവയെല്ലാം ചേരുമ്പോഴാണ് ഇന്റർനാഷണൽ ബിസിനസിന്റെ സ്കോപ്പ് വരുന്നത്. സോ IB ഈസ് ഓൾസോ നോൺ ആസ് ദി ഗ്ലോബൽ ബിസിനസ് because it requires conducting transactions all over the world. So global business എന്ന് കൂടി ഈ ഒരു കൺസെപ്റ്റിനെ നമുക്ക് വിളിക്കാം. ഇനി നമ്മളെ സംബന്ധിച്ച് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയിലേക്ക് പോകുന്നു. അതിനു മുമ്പ് ഇന്റർനാഷണൽ ട്രേഡ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ഇന്റർനാഷണൽ ട്രേഡ്, there are mainly two types of trade. That is inter-regional trade and international trade. So under inter-regional trade, goods or services are exchanged between people of two regions within the nation. Whereas under international trade, goods and services were exchanged between two nations. So inter-regional എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിനകത്ത് രണ്ട് പാർട്ടീസ്, രണ്ട് രീതിയിലുള്ള ആളുകൾ തമ്മിൽ ട്രേഡ് നടത്തുകയാണ്. ഇപ്പോൾ കേരളത്തിലും അതേപോലെ തമിഴ്നാട്ടിലുള്ള ആളുകൾ തമ്മിൽ ട്രേഡ് നടത്തുകയാണെങ്കിൽ അത് ഇന്റർ-റീജിയണൽ ട്രേഡ് മാത്രമാണ്. അതേസമയം ഒരു രാജ്യത്തിന്റെ ക്രോസ് ബോർഡർ പോകുമ്പോഴാണ് അതിനെ ഇന്റർനാഷണൽ ട്രേഡ് നമ്മൾ വിളിക്കുന്നത്. സോ ട്രേഡ് ക്യാൻ ഓൾസോ ബി ഫർദർ ഡിവൈഡഡ് ഇൻടു വിസിബിൾ ട്രേഡ് ആൻഡ് ഇൻവിസിബിൾ ട്രേഡ്. വിസിബിൾ ട്രേഡ് എന്ന് പറഞ്ഞാൽ ട്രേഡ് ഇൻ ഗുഡ്സ് ആണ്. ഇൻവിസിബിൾ ട്രേഡ് എന്ന് പറഞ്ഞാൽ ട്രേഡ് ഇൻ സർവീസസ് ആണ്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കുക ഇന്റർനാഷണൽ ട്രേഡ്. ദെൻ ഇനിയാണ് നമ്മളെ സംബന്ധിച്ച് കൂടുതൽ റെലവെന്റ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കുറെ തവണ ചോദിച്ചിട്ടുള്ള ഏരിയാസിലേക്ക് പോകുന്നത്. ഫസ്റ്റ് ഏരിയ ഇസ് അപ്രോച്ചസ് ടു ഇന്റർനാഷണൽ ബിസിനസ്. ഇന്റർനാഷണൽ ബിസിനസിന്റെ ഡിഫറെന്റ് അപ്രോച്ചസ്. ഫസ്റ്റ് ഈസ് എത്നോസെൻട്രിസം ഓർ ഇറ്റ് ഈസ് കോൾഡ് എത്നോസെൻട്രിക് അപ്രോച്ച്. എത്നോസെൻട്രിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അതായത് ഓരോ കമ്പനികളും
ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവിലേക്ക് പോകുമ്പോൾ, അതായത് ഇപ്പൊ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് എൻറ്റിറ്റി ആണെങ്കിൽ അവ മറ്റു രാജ്യങ്ങളിലേക്ക് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ പെർസ്പെക്റ്റീവ് ആണ് ഈ ഒരു അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ ഏത് രീതിയിലാണ് ഇന്റർനാഷണൽ ബിസിനസ്സിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഏറ്റവും ബേസിക് ലെവൽ എന്ന് പറയുന്നത് എത്നോസെൻട്രിക് അപ്രോച്ച് ആണ്. അണ്ടർ ദിസ് അപ്രോച്ച് ടാർഗറ്റ് മാർക്കറ്റ് ഈസ് ഓൺ കൺട്രി. അതായത് ഇന്ത്യയിൽ തന്നെ വിറ്റഴിക്കാൻ വേണ്ടിയാണ് അവർ ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം എക്സസീവ് പ്രൊഡക്ഷൻ ഹാപ്പൻ ചെയ്യുന്ന ടൈമിൽ മാത്രം ദേ വിൽ എക്സ്പോർട്ട്. ഓക്കെ, അവരുടെ ടാർഗറ്റ് മാർക്കറ്റ്, അവർ ഈ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തതും ഒരു മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചതും ഒക്കെ പൂർണ്ണമായിട്ടും ഡൊമസ്റ്റിക് കൺട്രിയിൽ തന്നെയാണ്, ഇന്ത്യയിൽ തന്നെ വിറ്റഴിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ എക്സസീവ് പ്രൊഡക്ഷൻ ഹാപ്പൻ ചെയ്തു, നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ പ്രൊഡക്ഷൻ സംഭവിച്ചു. അല്ലെങ്കിൽ ദർ മേ ബി ചേഞ്ചസ് ഇൻ കസ്റ്റമർ പ്രിഫറൻസ്. കസ്റ്റമർക്ക് ഇപ്പോൾ ഈ ഗുഡ്സ് വേണ്ട, അവർ പുതിയ ട്രെൻഡിലേക്കും പുതിയ പ്രിഫറൻസുകളിലേക്കും ഒക്കെ പോയി. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഈ ക്രിയേറ്റ് ചെയ്ത ഗുഡ്സ് വിറ്റഴിക്കാൻ വേണ്ടി നമ്മൾ ഫോറിൻ മാർക്കറ്റിൽ പോയിരിക്കും. അങ്ങനെയാണ് അപ്രോച്ച് എങ്കിൽ അതിനെ എത്നോസെൻട്രിക് അപ്രോച്ച് എന്ന് പറയും. സോ വാട്ട് ഈസ് എത്നോസെൻട്രിസം? നമ്മളിവിടെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു കൺട്രി മാത്രമാണ്. ആ ഒരു കൺട്രി എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് കൺട്രിയാണ്. ഇവിടെ ടാർഗറ്റ് ചെയ്യുന്ന ഡൊമസ്റ്റിക് കൺട്രിയാണ്. മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എല്ലാം ഡൊമസ്റ്റിക് കൺട്രിയുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ വെൻ ദർ ഇസ് എക്സസ് പ്രൊഡക്ഷൻ എക്സസ് ആവുന്ന സിറ്റുവേഷനിൽ ബേസിക് ലെവൽ എൻട്രി മോഡായിട്ടുള്ള നമ്മൾ എക്സ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യും. അതിനെയാണ് എത്നോസെൻട്രിസം എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു എക്സസീവ് പ്രൊഡക്ഷൻ വരാനുള്ള സാഹചര്യങ്ങൾ? മേ ബി ചേഞ്ച് ഇൻ കസ്റ്റമർ പ്രിഫറൻസ്, ചേഞ്ച് ഇൻ ടേസ്റ്റ്, കസ്റ്റമറുടെ ടേസ്റ്റിലും അവരുടെ ചിന്താഗതിയിലും ഒക്കെ, അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡിലൊക്കെ വന്ന മാറ്റങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു എക്സസീവ് പ്രൊഡക്ഷനിലേക്ക് പോകാനുള്ള കാരണം. രണ്ടാമതായിട്ട് പോളിസെൻട്രിക് അപ്രോച്ച്. എത്നോസെൻട്രിക് കോൺസെൻട്രേറ്റിംഗ് ഓൺ ഡൊമസ്റ്റിക് കൺട്രി. പോളിസെൻട്രിക് എന്ന് പറഞ്ഞാൽ അണ്ടർ ദിസ് അപ്രോച്ച് കമ്പനീസ് കസ്റ്റമൈസസ് എ മാർക്കറ്റ് മിക്സ് ടു മീറ്റ് ദി ടേസ്റ്റ്, പ്രിഫറൻസസ് ആൻഡ് നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സ് ഓഫ് ഈച്ച് ഇന്റർനാഷണൽ മാർക്കറ്റ്. അതായത് ലെറ്റ് മീ ഗിവ് യു എൻ എക്സാമ്പിൾ. ഇപ്പോൾ നമ്മൾ മാക്ഡൊണാൾഡ്സിന്റെ എക്സാമ്പിൾ എടുക്കും. മാക്ഡൊണാൾഡ്സിന്റെ എക്സാമ്പിൾ എടുക്കുമ്പോൾ മാക്ഡൊണാൾഡ്സ് കമ്പനി ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയിലുള്ള ആളുകളുടെ നീഡും പ്രിഫറൻസും നോക്കി അതിന് പര്യാപ്തമാവുന്ന, അവരുടെ ടേസ്റ്റിനെ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് പോളിസെൻട്രിക് ആണ്. അതായത് ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ആ പ്രൊഡക്റ്റ് അത് കസ്റ്റമേഴ്സിന്റെ നീഡിനനുസരിച്ച്, ഇപ്പോൾ ഈ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ദേശി മസാല എന്നൊക്കെ പറഞ്ഞ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പൊ ആ അപ്രോച്ച് എന്താണ്? ഓരോ മാർക്കറ്റിനും അവരുടെ കസ്റ്റമറുടെ, അതായത് മാർക്കറ്റിലെ കസ്റ്റമറുടെ ടേസ്റ്റും പ്രിഫറൻസും നീഡ്സും ഒക്കെ നോക്കി അതിനനുസരിച്ച് പ്രൊഡക്റ്റ് സർവീസസ് ഓഫർ ചെയ്യുവാണെങ്കിൽ ഇതിനെയാണ് പോളിസെൻട്രിസം എന്ന് പറയുന്നത്, ഓർ പോളിസെൻട്രിക് അപ്രോച്ച്. ഓക്കെ, മൂന്നാമത്തെ അപ്രോച്ച് ആണ് റീജിയോസെൻട്രിക് അപ്രോച്ച്. അണ്ടർ ദിസ് അപ്രോച്ച് ദി കമ്പനി ഓപ്പറേറ്റിംഗ് സക്സസ്ഫുള്ളി ഇൻ എ ഫോറിൻ കൺട്രി തിങ്സ് ഓഫ് എക്സ്പോർട്ടിംഗ് അതർ നെയ്ബറിംഗ് കൺട്രീസ് ഓഫ് ദി ഹോസ്റ്റ് കൺട്രി. അതായത് ഇപ്പോൾ ലെറ്റ് മീ ഗിവ് യു എൻ എക്സാമ്പിൾ. നമ്മളുടെ ബിസിനസ് ഇപ്പോൾ കേരള ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് എൻറ്റിറ്റിയാണ്. നമ്മളിപ്പോൾ ദുബായിൽ നമ്മളുടെ ബ്രാഞ്ചുകൾ ഇപ്പോൾ റണ്ണിങ് ആണെന്ന് വിചാരിക്കാം, ആൻഡ് ഇറ്റ് ഈസ് സക്സസ്ഫുൾ ആവും. സോ ദുബായിൽ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. അപ്പോൾ ദുബായിൽ നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, നല്ല ബിസിനസ് കിട്ടുന്നുണ്ടെങ്കിൽ അതേ സിമിലർ ടേസ്റ്റും പ്രിഫറൻസും ഉള്ള മറ്റ് രാജ്യങ്ങൾ, അതായത് ഈ പറയുന്ന അറേബ്യൻ നേഷൻസ്, മറ്റ് നേഷൻസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് ട്രേഡ് നടത്താം. UAE ആണെന്ന് വിചാരിക്കുക. UAE ആണെങ്കിൽ നമുക്ക് മറ്റ് നെയ്ബറിംഗ് കൺട്രീസ് ഉണ്ടല്ലോ, മറ്റ് നെയ്ബറിംഗ് കൺട്രീസ് അവരുടെ അതേ പ്രിഫറൻസും അതേ ടേസ്റ്റും ഒക്കെ ആവശ്യമുള്ള മറ്റ് നെയ്ബറിംഗ് കൺട്രീസിൽ വേണമെങ്കിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതിനെയാണ് റീജിയോസെൻട്രിസം എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ യൂറോപ്പിൽ ഒരു രാജ്യം, ഇപ്പോൾ ഇംഗ്ലണ്ട് എടുക്കുക. ഇംഗ്ലണ്ടിൽ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് ഒപ്പം വരുന്ന, അതിന് ചുറ്റുമുള്ള മറ്റ് യൂറോപ്യൻ കൺട്രീസിനെ കൂടി നമ്മൾ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് റീജിയോസെൻട്രിസം എന്ന് പറയാം. സോ അറ്റ് ദിസ് സ്റ്റേജ് ദി കൺസേൺഡ് സബ്സിഡറി, അതായത് നമ്മളുടെ ഇന്ത്യയിൽ നിന്നും നമ്മൾ ഫോറിനിൽ ക്രിയേറ്റ് ചെയ്ത സബ്സിഡറി കമ്പനി ഉണ്ടല്ലോ, ആ സബ്സിഡറി കമ്പനി കൺസിഡേഴ്സ് ദി റീജിയണൽ എൻവയോൺമെന്റ് ബിക്കോസ് ദേ നോ ദി ലോ. ആ റീജിയന്റെ മൊത്തം ലോ അവർക്കറിയാം, കൾച്ചർ അവർക്കറിയാം, പോളിസീസ് അറിയാം. അങ്ങനെയാണെങ്കിൽ അതേ റീജിയനിൽ വരുന്ന മറ്റു രാജ്യങ്ങളിൽ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഇഫ് ദർ ഈസ് സിമിലർ ലോസ്, സിമിലർ കൾച്ചർ ആൻഡ് സിമിലർ പോളിസി എക്സിസ്റ്റ്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ നോക്കിയിട്ടായിരിക്കും അവർ ആ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. സോ അറ്റ് ദിസ് സ്റ്റേജ് ദി കൺസേൺഡ് സബ്സിഡറി കൺസിഡേഴ്സ് ദി റീജിയണൽ എൻവയോൺമെന്റ് സച്ച് ആസ് ലോസ്, കൾച്ചർ, പോളിസീസ് എക്സെട്ര ഫോർ ഫോർമുലേറ്റിംഗ് ദി policies and strategies. So that is regiocentric.
Then there is geocentrism. Geocentrism അല്ലെങ്കിൽ ജിയോസെൻട്രിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, അണ്ടർ ദിസ് അപ്രോച്ച് ദി കമ്പനി അനലൈസസ് ടേസ്റ്റ്, പ്രിഫറൻസ് ആൻഡ് നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ഓൾ ഫോറിൻ മാർക്കറ്റ്സ് ആൻഡ് ദെൻ അഡോപ്റ്റ്സ് എ സ്റ്റാൻഡർഡൈസ്ഡ് മാർക്കറ്റിംഗ് മിക്സ് ഫോർ ഓൾ ദി ഫോറിൻ മാർക്കറ്റ്സ്. അതായത് ഇവിടെ വരുമ്പോൾ നമ്മളിപ്പോ മാക്ഡൊണാൾഡ്സിന്റെ കേസ് പറഞ്ഞതുപോലെ പോളിസെൻട്രിക് അപ്രോച്ച് അഡോപ്റ്റ് ചെയ്യുന്നില്ല. പകരം ലോകത്തുള്ള അവരുടെ എല്ലാ ഫോറിൻ മാർക്കറ്റും നോക്കും. എല്ലാ മാർക്കറ്റിനും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു കോമൺ പ്രൊഡക്റ്റ് മാത്രം ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊക്കക്കോള. സോ കൊക്കക്കോള എന്താ ചെയ്യുന്നത്? എല്ലാ മാർക്കറ്റിനും വേണ്ടി ഒറ്റ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് അവര് കോമൺ ആയിട്ട് എല്ലാ മാർക്കറ്റിലുള്ള ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് എല്ലാവരുടെ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെയുള്ള അപ്രോച്ച് ആണെങ്കിൽ അത് ജിയോസെൻട്രിസം ആണ്. So under this approach, the company analyzes the taste, preference, and needs of customers in all foreign markets and then adopts a standardized marketing mix for all foreign markets. എല്ലാ മാർക്കറ്റിന്റെയും നീഡും അവരുടെ റിക്വയർമെന്റ് ഒക്കെ മനസ്സിലാക്കിയതിനു ശേഷം എല്ലാവർക്കും ഉതകുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് മിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. ദിസ് ഇസ് കോൾഡ് ജിയോസെൻട്രിസം. സോ ദീസ് ആർ ദി 4 അപ്രോച്ചസ് ഇൻ ഇന്റർനാഷണൽ ബിസിനസ്. ഫസ്റ്റ് വൺ ഇസ് എത്നോസെൻട്രിസം. എന്താണെന്ന് മനസ്സിലായല്ലോ? നമ്മളെ ടാർഗറ്റ് കൺട്രി ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഡൊമസ്റ്റിക് കൺട്രി മാത്രമാണ്. എക്സസീവ് പ്രൊഡക്ഷൻ വരുന്ന സാഹചര്യത്തിൽ മാത്രം നമ്മൾ ഫോറിൻ മാർക്കറ്റിലേക്ക് പോകുന്നു. പോളിസെൻട്രിസം ആണെങ്കിൽ ഓരോ മാർക്കറ്റിനും വേണ്ടി ആ മാർക്കറ്റിന്റെ നീഡും പ്രിഫറൻസും അനുസരിച്ചുകൊണ്ടുള്ള സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യും. റീജിയോസെൻട്രിസം ആണെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഫോറിൻ മാർക്കറ്റിന് അതേ കൾച്ചറും അതേ സിമിലാരിറ്റീസും ഒക്കെയുള്ള മറ്റൊരു ഇപ്പോൾ ഒരു കോണ്ടിനെന്റ് തന്നെയാണെന്ന് വിചാരിക്കാം. ഇപ്പൊ യൂറോപ്പിന്റെ കേസ് നമ്മൾ പറഞ്ഞു. യൂറോപ്യൻ ഒരു നേഷൻ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ കാര്യങ്ങളൊക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള മറ്റ് നൈബറിംഗ് നേഷൻസിലൂടെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് റീജിയോസെൻട്രിക് അപ്രോച്ച്. ആൻഡ് ഫൈനലി ജിയോസെൻട്രിക് ഓർ വാട്ട് ഇസ് എ ഗ്ലോബൽ പെർസ്പെക്റ്റീവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി ഒറ്റ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നു. അവർക്കെല്ലാം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കോമൺ സ്ട്രാറ്റജി, ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് മാർക്കറ്റിംഗ് മിക്സ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ജിയോസെൻട്രിക് അപ്രോച്ച്. 4 അപ്രോച്ച് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഫൈൻ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. അടുത്ത ഏരിയയിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ടാമത്തെ ഏരിയ സ്റ്റേജസ് ഓഫ് ഇന്റർനാഷണലൈസേഷൻ. സ്റ്റേജസിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ബേസിക് ലെവൽ, ഇപ്പൊ ഒരു കമ്പനി എങ്ങനെയാണ് ഇന്റർനാഷണലൈസ് ചെയ്യപ്പെടുന്നത്, ഇന്റർനാഷണൽ കമ്പനി എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ ആദ്യത്തെ ബേസിക് ലെവൽ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് കമ്പനിയാണ്. അതായത് ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയുമ്പോൾ അവരുടെ വിഷൻ, അവരുടെ ഓപ്പറേഷൻ, അവരുടെ മിഷൻ എല്ലാം ഒരു നാഷണൽ പൊളിറ്റിക്കൽ ബൗണ്ടറിക്ക് അകത്ത് നിന്നുകൊണ്ടായിരിക്കും. ഇന്ത്യക്ക് അകത്ത് നിന്നുകൊണ്ട് ഇന്ത്യയിൽ നമ്പർ 1 ആകുക, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഉള്ളിലെ ബിസിനസ് മാക്സിമം പിടിക്കുക, അങ്ങനെയുള്ള ലക്ഷ്യങ്ങളായിരിക്കും അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞ ഏത് പെർസ്പെക്റ്റീവ്, ഒരു ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ്. ഡൊമസ്റ്റിക് കമ്പനിയിൽ നിന്ന് ഇന്റർനാഷണൽ കമ്പനി ആകുമ്പോൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത്, നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കമ്പനിയാണ്. ഇറ്റ് ഫോക്കസ് ഓൺ ഡൊമസ്റ്റിക് പ്രാക്ടീസസ് ബട്ട് എക്സ്റ്റെൻഡ് വിങ്സ് ടു ഫോറിൻ കൺട്രീസ്. അവർ പ്രധാനമായിട്ടും ഡൊമസ്റ്റിക്കിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ലൈക്ക് നമ്മൾ പറഞ്ഞ എത്നോസെൻട്രിസം പറഞ്ഞില്ലേ, ആ എത്നോസെൻട്രിക് അപ്രോച്ച് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ ഡൊമസ്റ്റിക് കൺട്രിയിൽ മാത്രമാണ്. പക്ഷേ എക്സസീവ് പ്രൊഡക്ഷൻ വരുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയോ ഇവര് എക്സ്പോർട്ടിലൂടെ, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് കൺസെപ്റ്റിലൂടെ മാത്രം ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത്തരം കമ്പനിയെ നമുക്ക് ഇന്റർനാഷണൽ കമ്പനി എന്ന് വിളിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഡൊമസ്റ്റിക് കമ്പനി, നെക്സ്റ്റ് സ്റ്റേജ് ഈസ് ഇന്റർനാഷണൽ കമ്പനി. മൂന്നാമത്തെ സ്റ്റേജ് മൾട്ടിനാഷണൽ കമ്പനി. പോളിസെൻട്രിക് അപ്രോച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ് സാധാരണഗതിയിൽ. ഡിഫറെന്റ് സ്ട്രാറ്റജി ഫോർ ഡിഫറെന്റ് മാർക്കറ്റ്. ഓരോ മാർക്കറ്റിനും ഓരോ തരത്തിലുള്ള സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന കമ്പനികളെയാണ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ഓർ മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയുന്നത്. ഇനി മൾട്ടിനാഷണൽ കമ്പനി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഗ്ലോബൽ കമ്പനിയാണ്. ഗ്ലോബൽ കമ്പനി കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ദേ എയ്തർ പ്രൊഡ്യൂസ് ഇൻ വൺ കൺട്രി, ഒന്നെങ്കിൽ ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഗ്ലോബലി മൊത്തമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പലയിടത്ത് നിന്നും അസംബിൾ ചെയ്യുന്നു. ഒരു പ്രൊഡക്റ്റിനെ പല രാജ്യങ്ങളിലായിട്ട് പല കൺട്രീസിലായിട്ട് നമ്മൾ അസംബിൾ ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അത് ഗ്ലോബൽ കമ്പനിയാണ്. സോ ഗ്ലോബൽ കമ്പനി കൺസെപ്റ്റ് ക്ലിയർ ആണോ? എയ്തർ പ്രൊഡ്യൂസ് ഇൻ വൺ കൺട്രി ആൻഡ് മാർക്കറ്റ് ഗ്ലോബലി. ഒന്നെങ്കിൽ ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഗ്ലോബലി മാർക്കറ്റ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് പ്രൊഡ്യൂസ് ഗ്ലോബലി ആൻഡ് മാർക്കറ്റ് ഡൊമസ്റ്റിക്കലി.
ഗ്ലോബലി പ്രൊഡ്യൂസ് ചെയ്യുന്നു, പക്ഷേ ഇതിന്റെ അൾട്ടിമേറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഗ്ലോബലി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ രാജ്യത്തോടെ വിൽക്കുന്നവയാകാം. അങ്ങനെയാണെങ്കിലും അതിനെ നമുക്ക് ഗ്ലോബൽ കമ്പനി എന്ന് പറയാം. ഓക്കെ, സോ 4 സ്റ്റേജസ് നമ്മൾ പറഞ്ഞു ഇന്റർനാഷണലൈസേഷന്റെ. ഫസ്റ്റ് സ്റ്റേജ് ഇസ് ഡൊമസ്റ്റിക് കമ്പനി. അവിടെ അതിന്റെ വിഷനും ഓപ്പറേഷനും മിഷനും ഒക്കെ ഒരു നാഷണൽ പൊളിറ്റിക്കൽ ബൗണ്ടറിക്ക് അകത്ത് നിന്നുകൊണ്ടായിരിക്കും. ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ആ രാജ്യത്തിലെ പെർസ്പെക്റ്റീവ് വെച്ചുകൊണ്ട്, അത് മാർക്കറ്റ് എന്ന് വെച്ചുകൊണ്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് മുകളിലേക്ക് പോകുമ്പോൾ ഇന്റർനാഷണൽ കമ്പനിയാണ്. ഇവിടെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഡൊമസ്റ്റിക് കമ്പനിയെ തന്നെയാണ്, ഡൊമസ്റ്റിക് കൺട്രിയെ തന്നെയാണെങ്കിലും അവര് എക്സ്പോർട്ടിലൂടെയോ ഇമ്പോർട്ടിലൂടെയോ ഇന്റർനാഷണലൈസ് ചെയ്യുന്നുണ്ട്. ഇനി അതിനു മുകളിൽ പോയ മൾട്ടിനാഷണൽ കമ്പനിയാണ്. മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറഞ്ഞാൽ ഓരോ കൺട്രീസിനും വേണ്ടി അല്ലെങ്കിൽ ഓരോ മാർക്കറ്റിനും വേണ്ടി ഡിഫറെന്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യും. നമ്മൾ പോളിസി സെൻട്രിസത്തെ പറ്റി പറഞ്ഞു. അത്തരം കമ്പനീസിനെയാണ് മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയുന്നത്. ദെൻ ഗ്ലോബൽ കമ്പനി, ദേ പ്രൊഡ്യൂസസ് ഗ്ലോബലി, അല്ലെങ്കിൽ ദേ പ്രൊഡ്യൂസസ് ഇൻ വൺ കൺട്രി ആൻഡ് മാർക്കറ്റ്സ് ഗ്ലോബലി. പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൺട്രിയിൽ മാത്രമാണ്, പക്ഷേ ലോകത്ത് എവിടെയും അവർ വിൽക്കും, എവിടെ വേണമെങ്കിലും മാർക്കറ്റ് ചെയ്യും. അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ആണുള്ളതെങ്കിൽ that is called a global company. Then transnational company produce, markets, invest and operates across the world. അതായത് ട്രാൻസ്നാഷണൽ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഇത് എല്ലാ രീതിയിലുള്ള ബിസിനസ് ഓപ്പറേഷൻസും ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിരിക്കും നടത്തുന്നത്. ഓക്കെ, പ്രൊഡക്ഷൻ നടക്കുന്നത് ചിലപ്പോൾ ഒരു രാജ്യത്തായിരിക്കും. ആ രാജ്യത്ത് അതിന്റെ മാർക്കറ്റിംഗ് യൂണിറ്റ്സ് ഉണ്ടാകാം, അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടാകാം. അതേപോലെ മറ്റ് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വേറൊരു രാജ്യത്തായിരിക്കും. അങ്ങനെ പല ഓപ്പറേഷൻസ് നമ്മൾ ഗ്ലോബലി നോക്കുമ്പോൾ പല രാജ്യങ്ങളിലും ഒരേ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള എൻറ്റിറ്റീസ് ആണെങ്കിൽ അവയെ നമുക്ക് ട്രാൻസ്നാഷണൽ കമ്പനീസ് എന്ന് പറയാം. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഇന്റർനാഷണലൈസേഷൻ. ഇതിന്റെ ഒരു ഓർഡർ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഓർഡർ എന്താണ്? ഓർഡർ ഏറ്റവും ബേസിക് ലെവലിൽ നിങ്ങൾക്ക് കാണാം, ഒരു ഡൊമസ്റ്റിക് കമ്പനി. ദെൻ അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്റർനാഷണൽ കമ്പനി. അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മൾട്ടിനാഷണൽ കമ്പനി. അതിന് മുകളിലാണെങ്കിൽ ഗ്ലോബൽ കമ്പനി, ദെൻ ട്രാൻസ്നാഷണൽ കമ്പനി. കൺസെപ്റ്റുകളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ക്ലിയർ ആണ്. ഫൈൻ, നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോവാം. സോ നമ്മൾ പറഞ്ഞ 2 ടോപ്പിക്കുകളാണ് ഇതുവരെ. ഈ 2 ടോപ്പിക്കുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് നമ്മൾ അപ്രോച്ചസ് ടു ഇന്റർനാഷണൽ ബിസിനസ് പറഞ്ഞു. രണ്ടാമതായിട്ട് സ്റ്റേജസ് ഓഫ് ഇന്റർനാഷണലൈസേഷൻ പറഞ്ഞു. മൂന്നാമത് നമ്മൾ പറയാൻ പോകുന്നത് ഇക്കണോമിക് ഇന്റഗ്രേഷൻ ആണ്. സോ ഇക്കണോമിക് ഇന്റഗ്രേഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിൽ എത്രമാത്രം ട്രേഡ് റിലേഷൻസ് ഉണ്ട്. ആ ട്രേഡ് റിലേഷൻ വെച്ചുകൊണ്ട് ചെറിയ ചെറിയ ഗ്രൂപ്പിംഗ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കും. ലൈക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഫ്രീ ട്രേഡ് ഏരിയ, ട്രേഡ് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ, കസ്റ്റംസ് യൂണിയൻ, കോമൺ മാർക്കറ്റ് പോലുള്ള ഒരുപാട് ഗ്രൂപ്പിംഗ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇത്തരം ഗ്രൂപ്പിംഗ്സിനെയാണ് നമ്മൾ ഇക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് സി ഒരു ട്രേഡിംഗ് ബ്ലോക്ക് കൺസെപ്റ്റ്. എന്താണ് ട്രേഡിംഗ് ബ്ലോക്ക്? സോ എ റീജിയണൽ ട്രേഡിംഗ് ബ്ലോക്ക് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് within a geographical region that protect themselves from input from non-members in that in other geographical regions and who look to trade more freely with each other. അതായത് let me give you an example. ഇപ്പൊ നമ്മുടെ സൗത്ത് ഏഷ്യൻ നേഷൻ, ഇന്ത്യ ഉൾപ്പെടെയുള്ള, ഇന്ത്യ വരുന്നുണ്ട്, ദെൻ പാകിസ്ഥാൻ വരുന്നുണ്ട്, ശ്രീലങ്ക വരുന്നുണ്ട്. അങ്ങനെയുള്ള സൗത്ത് ഏഷ്യൻ നേഷൻസ് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് സാർക്ക് എന്ന് പറയുന്ന ഒരു ബോഡി ഇസ് ദയർ, റൈറ്റ്? സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷൻ ഇസ് ദയർ. ഇവരുടെ ഒരു ട്രേഡ് എഗ്രിമെന്റ് ആയിരുന്നു സാഫ്ത. സാഫ്ത ഇത്രയും എഫക്റ്റീവ് ഒന്നുമല്ല, ബിക്കോസ് നമ്മുടെ അയൽ രാജ്യങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തിലായതുകൊണ്ട് സാഫ്ത അത്ര എഫക്റ്റീവ് ഒന്നുമല്ല. എന്നിരുന്നാൽ കൂടിയും സാഫ്ത എന്ന് പറയുന്ന ഒരു ട്രേഡ് ബ്ലോക്ക് ഇസ് ദയർ. എന്താണ് ഈ ട്രേഡ് ബ്ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവരുടെ എയിം എന്ന് പറയുന്നത് ഈ പറയുന്ന റീജിയനകത്തെ കോപ്പറേഷൻ ഇംപ്രൂവ് ചെയ്യുക. ഈ പറയുന്ന റീജിയന് അകത്ത് തന്നെ ട്രേഡ് നെഗോഷിയേഷൻസ് കുറച്ചുകൂടി ഈസി ആക്കുക. ഓക്കെ, അതായത് ദേ ആർ ട്രൈയിങ് ടു പ്രൊട്ടക്ട് ദംസെൽഫ് ഫ്രം ഇമ്പോർട്ട് ഫ്രം നോൺ മെമ്പേഴ്സ് ഇൻ അതർ ജോഗ്രഫിക്കൽ റീജിയൻസ്. അതായത് ഇവര് ഈ പറയുന്ന ഗ്രൂപ്പിങ്ങിനിടയിലേക്ക് കൂടുതൽ ഇമ്പോർട്ട് വരുന്നത് റെസ്ട്രിക്ട് ചെയ്യുക. നോൺ മെമ്പേഴ്സിൽ നിന്നുള്ള ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് നല്ലതാണോ? അതായത് നോർമലി നമ്മൾ ഇക്കണോമിക് തിയറീസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ഫേവർ ചെയ്യുന്ന എക്സ്പോർട്ട് കൂട്ടുക എന്നുള്ളതാണ്. അത് ആ ഒരു കൺസെപ്റ്റിൽ ഇമ്പോർട്ട് കൂടുതലായിട്ട് വരുവാണെങ്കിൽ അത് നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിനെ ബാധിക്കും. ബാലൻസ് ഓഫ് പേയ്മെന്റിന് നെഗറ്റീവ് ബാലൻസ് വരാം, ഡെഫിസിറ്റ് വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ആ സാഹചര്യത്തിൽ കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നത് എക്സ്പോർട്ട് ആയിരിക്കും. ആ ഒരു കോണ്ടെക്സ്റ്റ് നിൽക്കുമ്പോൾ
നമ്മൾ നോൺ മെമ്പർ നേഷൻസിൽ നിന്നും ഇമ്പോർട്ട് വരുന്ന സാഹചര്യങ്ങൾ, കൂടുതൽ ഇമ്പോർട്ട് വരുന്നതിനെ റെസ്ട്രിക്ട് ചെയ്യുക, ട്രേഡ് ഈ റീഗ്രൂപ്പിങ്ങിനിടയിൽ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക. അതിനു വേണ്ടിയാണ് ട്രേഡിംഗ് ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആക്ച്വലി ദേ ആർ ട്രൈങ് ടു പ്രൊട്ടക്ട് ദംസെൽഫ് ഫ്രം ഇമ്പോർട്ട്സ് ഫ്രം നോൺ മെമ്പേഴ്സ് ആൻഡ് ഹു ലുക്ക് ടു ട്രേഡ് മോർ ഫ്രീലി. മെമ്പർ കൺട്രീസ് തമ്മിലുള്ള ട്രേഡ് കുറച്ചുകൂടി ഫ്രീലി ആക്കുക, ട്രേഡ് കുറച്ചുകൂടി ഈസി ആക്കുക. അതും ഈ ഒരു പർപ്പസിന്റെ, ഈ ഒരു ട്രേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ എയിമാണ്. ഓക്കെ, സോ ദിസ് ഫിനോമിനൻ ഈസ് ഓഫൺ കോൾഡ് റീജിയണലിസം. ട്രേഡ് ബ്ലോക്കുകളെ, ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ റീജിയണലിസം എന്ന് കൂടി വിളിക്കുന്നത്. So let's see in detail. There are several stages in the process of economic integration. ഏറ്റവും ബേസിക് ലെവലിൽ ഒരു വെരി ലൂസ് അസോസിയേഷൻ ഓഫ് കൺട്രീസ്, ഒരു അധികം ഇൻകോർപ്പറേഷൻ ഒന്നുമില്ലാത്ത ഗ്രൂപ്പിംഗ് വരുവാണെങ്കിൽ അതിനെ പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്ന് പറയും. അവിടെ നിന്ന് കംപ്ലീറ്റ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ വരെ പോസിബിൾ ആണ്. രണ്ട് രാജ്യങ്ങളും ഇക്കണോമിക്കലി ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന സ്റ്റേജ് വരെ പോസിബിൾ ആണ്. ഇവയെല്ലാം ഇക്കണോമിക് ഇന്റഗ്രേഷന്റെ ഭാഗമാണ്. സോ ലെറ്റ്സ് സീ വൺ ബൈ വൺ. ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത് ഏറ്റവും ലൂസ് ആയിട്ടുള്ള ഇന്റഗ്രേഷൻ ആണ്, ഏറ്റവും ബേസിക് ലെവലിൽ. അതിനെ പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്ന് പറയും. ഇനി ഞാൻ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചേക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്താണ്? ഇറ്റ് എക്സിസ്റ്റ് വെൻ countries within a geographical region agree to reduce or eliminate tariff barriers. ഇത്രയും മാത്രം ഓർക്കുക. They are actually agree to reduce or eliminate tariff barriers on selected goods. See the word selected goods imported from other members in the area. അതായത് ഇപ്പൊ ഒരു പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ ആണ് ഇന്ത്യയും ശ്രീലങ്കയും എന്ന് വിചാരിക്കുക. ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ട്രേഡ് നടത്തുമ്പോൾ ചില ഗുഡ്സിൽ ദേ എഗ്രി ടു റെഡ്യൂസ് ഓർ എലിമിനേറ്റ് താരിഫ് ബാരിയേഴ്സ് ഓൺ സെലക്ടഡ് ഗുഡ്സ്. അവർ പറയാണ്, ഇപ്പോൾ പെട്രോളിയം പ്രൊഡക്ട്സ് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യുന്നതിൽ നമുക്ക് ടാക്സ് വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ ടാക്സ് കുറയ്ക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും പെർട്ടിക്കുലർ ഗുഡ്സിൽ മാത്രം, സെലക്ടഡ് ഗുഡ്സിൽ മാത്രമാണ് ഇങ്ങനെ ഒരു താരിഫ് ബാരിയർ കുറയ്ക്കാനോ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാനോ തീരുമാനിക്കുന്നതെങ്കിൽ അത്തരം ഗ്രൂപ്പിംഗ്സിനെയാണ് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? ക്ലിയർ അല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ? വളരെ സിമ്പിൾ കൺസെപ്റ്റ്. ഇത്രയും മാത്രം ഓർക്കുക. അതായത് ഇങ്ങനെ ഒരു ഗ്രൂപ്പിങ്ങിനകത്ത് ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ ആണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ടെക്സ്റ്റൈൽസ് ട്രേഡ് ചെയ്യുമ്പോൾ മാത്രം ടാക്സ് വേണ്ട എന്ന് തീരുമാനിക്കും. അല്ലെങ്കിൽ പെർട്ടിക്കുലർ കമ്മോഡിറ്റീസ് ട്രേഡ് ചെയ്യുമ്പോൾ, സെലക്ടഡ് ഗുഡ്സ് ട്രേഡ് ചെയ്യുമ്പോൾ മാത്രം അതിന്മേൽ ടാക്സ് റെഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു എഗ്രിമെന്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ. ഓക്കെ, സോ ദിസ് ഈസ് ഓഫൺ ദി ഫസ്റ്റ് സ്മോൾ സ്റ്റെപ്പ് ടുവേർഡ്സ് ക്രിയേഷൻ ഓഫ് എ ട്രേഡിംഗ് ബ്ലോക്ക്. ഒരു ട്രേഡിംഗ് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ആദ്യത്തെ മേജർ സ്റ്റെപ്പ്, ഒരു ബേസിക് സ്റ്റെപ്പ് എന്ന് പറയാം. ഇവിടെ ഒരു സെലക്ടഡ് ഗുഡ്സിൽ മാത്രമാണ് താരിഫ് ബാരിയേഴ്സ് കുറയ്ക്കുന്നത്. സോ എഗ്രിമെന്റ്സ് മേ ബി ബിറ്റ്വീൻ ടു കൺട്രീസ്. അങ്ങനെയാണെങ്കിൽ അതിനെ ബൈലാറ്ററൽ എഗ്രിമെന്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സെവറൽ കൺട്രീസ് ആണെങ്കിൽ മൾട്ടിലാറ്ററൽ എഗ്രിമെന്റ് എന്ന് വിളിക്കാം. സോ ഇന്ത്യയും ശ്രീലങ്കയും മാത്രമുള്ളെങ്കിൽ അത് ബൈലാറ്ററൽ ആണ്. ഇന്ത്യ, ശ്രീലങ്കയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഉണ്ടെങ്കിൽ അത്തരം എഗ്രിമെന്റ്സിനെ മൾട്ടിലാറ്ററൽ എഗ്രിമെന്റ് എന്ന് പറയാം. ഓക്കെ, ദെൻ അടുത്ത സ്റ്റേജിലേക്ക് പോകാമല്ലോ. പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ കഴിഞ്ഞു, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഫ്രീ ട്രേഡ് ഏരിയ ആണ്. എന്താണ് ഫ്രീ ട്രേഡ് ഏരിയ? ഫ്രീ ട്രേഡ് ഏരിയാസ് ആർ ക്രിയേറ്റഡ് when two or more countries in a region agree to reduce, see same thing ഇവിടെ നിങ്ങൾ എന്താണ് ചേഞ്ച് എന്ന് മനസ്സിലാക്കണേ, agree to reduce or eliminate barriers to trade on all goods coming from other members. Got the difference? Preferential trade area ആണെങ്കിൽ on selected goods only. അതും ഏത് ബാരിയേഴ്സ് ആണ്? താരിഫ് ബാരിയേഴ്സ് മാത്രമാണ്. താരിഫ് ബാരിയേഴ്സ് മാത്രമാണ്. സീ ദാറ്റ് അഗെയിൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? എലിമിനേറ്റ് ബാരിയേഴ്സ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് നോൺ താരിഫ് ബാരിയേഴ്സ് ടു ആൻ എക്സ്റ്റെന്റ്. എനിവേ ബാരിയേഴ്സ് നോക്കുക. സോ ബാരിയേഴ്സ് ഓൺ ഓൾ ഗുഡ്സ്, നോട്ട് ഓൺ സെലക്ടഡ് ഗുഡ്സ്. എല്ലാ ഗുഡ്സിലും. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള എഗ്രിമെന്റ് എങ്ങനെയായിരിക്കും? നമ്മൾ തമ്മിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഗുഡ്സ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് അയക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ടാക്സും അടയ്ക്കണ്ട. ഓക്കെ, മീൻസ് അപ്പോ അതിനർത്ഥം എന്താ? ഫ്രീ മൂവ്മെന്റ് അലോ ചെയ്യുകയാണ്.
ഇത്തരം എഗ്രിമെന്റിനെയാണ് ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയുന്നത്. സോ ദി നോർത്ത് അറ്റ്ലാന്റിക് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, നാഫ്ത. നാഫ്തയുടെ പുതിയ പേരെന്താ? റിമെമ്പർ ദാറ്റ് USMCA ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതിന്റെ പേരെന്ന് പറയുന്നത് USMCA ആണ്. ദാറ്റ് ഈസ് USA കാനഡ മെക്സിക്കോ എഗ്രിമെന്റ്. USA കാനഡ മെക്സിക്കോ എഗ്രിമെന്റ് എന്നാണ് പറയുക. നാഫ്ത റീനെയിം ചെയ്തിട്ടാണ് USA കാനഡ, ഓർ ആ ഒരു എഗ്രിമെന്റ് സ്ക്രാപ്പ് ചെയ്തിട്ട് അവർ എഴുതിയ പുതിയ എഗ്രിമെന്റ് ആണ് USA കാനഡ മെക്സിക്കോ എഗ്രിമെന്റ്. ഓക്കെ, സോ ഇത് എക്സാമ്പിൾ ആയിട്ട് ഓർക്കുക ഫ്രീ ട്രേഡ് ഏരിയക്ക്. അടുത്തതിലേക്ക് പോകാലോ. നെക്സ്റ്റ് സ്റ്റേജ് ഇസ് കസ്റ്റംസ് യൂണിയൻ. സോ എ കസ്റ്റംസ് യൂണിയൻ ഇൻവോൾവ്സ് റിമൂവൽ ഓഫ് the removal of tariff barriers between members. Tariff barriers ഒഴിവാക്കുന്നു. Together with acceptance of common unified external tariff against non-members. So first thing, tariff barriers ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫ്രീ ട്രേഡ് ഏരിയ ആണ്. ഓക്കെ, റിമെമ്പർ ലൈക്ക് ദാറ്റ്. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഫ്രീ ട്രേഡ് ഏരിയ ആണ്. പിന്നെ എന്താ സംഭവിക്കുക? അത് കൂടാതെ together with acceptance of common unified external tariff against non-member. അതായത് ഇന്ത്യയും പാകിസ്ഥാനും ഒരു കസ്റ്റംസ് യൂണിയൻ ആണെങ്കിൽ ഈ ഇന്ത്യയിലേക്ക് ഒരു നോൺ മെമ്പർ ലൈക്ക് USA ട്രേഡ് ചെയ്യുന്നു. USA നിന്ന് ഇന്ത്യയിലേക്ക് ഗുഡ്സ് എത്തുവാണെങ്കിൽ ഇവിടെ പേ ചെയ്യേണ്ട ടാക്സ് എന്ന് പറയുന്നത് 8% ആണെന്ന് വിചാരിക്കുക. USA നിന്നും പാകിസ്ഥാനിലേക്ക് ഗുഡ്സ് എത്തുവാണെങ്കിലും പേ ചെയ്യേണ്ട ടാക്സ് എന്ന് പറയുന്നത് ഈ 8% തന്നെയായിരിക്കും. സോ നോൺ മെമ്പേഴ്സുമായിട്ടുള്ള താരിഫ് റേറ്റ് എന്ന് പറയുന്നത് യൂണിഫൈഡ് ആണ്, ഒരേപോലുള്ള ടാക്സ് ഡ്യൂട്ടീസ് ആണ് വരിക. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഓർക്കുക. ഇപ്പോൾ യുഎസ്എയിൽ നിന്നും ഗുഡ്സ് ഇന്ത്യയിലേക്ക് വരുന്നു. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ എൻട്രി പോയിന്റ്, ഇന്ത്യയിൽ എത്തുന്നത് ഇപ്പോൾ ഇമാജിൻ ബോംബെ പോർട്ടിലെത്തിയെന്ന് വിചാരിക്കുക. ആ പോർട്ടിലെത്തുന്ന ടൈമിൽ ടാക്സ് പേ ചെയ്തു. അതിനുശേഷം റോഡ് മാർഗം ഇത് പാകിസ്ഥാനിലേക്ക് പോയി. ഓക്കെ, റോഡ് മാർഗം പാകിസ്ഥാനിലേക്ക് പോയി വിചാരിക്കാം. സോ അതിനർത്ഥം ഇന്ത്യയിൽ എത്തുന്ന സമയത്ത് അവർ പേ ചെയ്തല്ലോ ടാക്സ്. ഇനി അവർക്ക് പാകിസ്ഥാൻ ബോർഡറിൽ എത്തുമ്പോൾ വീണ്ടും ടാക്സ് പേ ചെയ്യേണ്ട. ഇവിടെ ഞാൻ പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ഒരു കസ്റ്റംസ് യൂണിയൻ ആണെന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. സോ കസ്റ്റംസ് യൂണിയൻ ആണെങ്കിൽ കൺസെപ്റ്റ് ഇതാണ്. ഒന്നാമത്തെ കൺസെപ്റ്റ് ഒരു ഫ്രീ ട്രേഡ് ഏരിയ ഉണ്ട്, അതായത് റിമൂവൽ ഓഫ് താരിഫ് ബാരിയേഴ്സ് ബിറ്റ്വീൻ മെമ്പേഴ്സ്. രണ്ടാമത്തെ കൺസെപ്റ്റ് കോമൺ എക്സ്റ്റേണൽ താരിഫ്, അതായത് രണ്ട് രാജ്യങ്ങളുടെയും എക്സ്റ്റേണൽ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. എക്സ്റ്റേണൽ താരിഫ് ഇമ്പോസ് ചെയ്യുന്നത് ഒരേ രീതിയിലായിരിക്കും. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത്. US-ൽ നിന്നും ഗുഡ്സ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ 8% ടാക്സ് എങ്കിൽ US-ൽ നിന്നും ഗുഡ്സ് പാകിസ്ഥാനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോഴും 8% ടാക്സ്. ഇതാണ് കസ്റ്റംസ് യൂണിയന്റെ ആദ്യത്തെ ഫീച്ചർ. അതോടൊപ്പം രണ്ടാമത്തെ ഫീച്ചർ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു, ജസ്റ്റ് നോക്കുക. Countries that export to customs union only need to make a single payment. See, only need to make a single payment duty once the goods have passed through the border. ഞാൻ പറഞ്ഞതാണ്, US-ൽ നിന്നും ഗുഡ്സ് വരുമ്പോൾ ഇന്ത്യൻ ബോർഡറിൽ എത്തിയെന്ന് വിചാരിക്കുക. ഇന്ത്യൻ ബോർഡറിൽ എത്തുന്ന എവിടെ? ഇപ്പോൾ ബോംബെ പോർട്ടിൽ എത്തിയപ്പോഴാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കൽക്കട്ട പോർട്ടിൽ എത്തിയപ്പോഴാണ്. അപ്പോൾ ആ പോർട്ടിൽ എത്തിയ ടൈമിൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ കടന്നു. ഇനി അവർക്ക് ആ ഗുഡ്സ് ഇന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ കസ്റ്റംസ് യൂണിയൻ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് പാകിസ്ഥാനിൽ എത്തുവാണെങ്കിൽ അഡീഷണൽ ടാക്സ് ഒന്നും പേ ചെയ്യണ്ട. ഓക്കെ, സോ ദേ വിൽ ഹാവ് ടു മേക്ക് ഓൺലി എ സിംഗിൾ പേയ്മെന്റ് once the goods have passed through the border. Once inside the union, goods can move freely without additional tariff. യൂണിയൻ അകത്ത് വന്നല്ലോ, ഇന്ത്യക്ക് അകത്ത് വന്നല്ലോ. ഇനി ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ടൈമിൽ ടാക്സ് ഒന്നും പേ ചെയ്യണ്ട. സോ താരിഫ് റവന്യൂ is shared between members with the country that collects the duty retaining a small share. സോ ഇതാണ് കൺസെപ്റ്റ്. അതായത് താരിഫ് പിന്നീട് ഇവരിപ്പോൾ ഒരു രാജ്യത്തല്ലേ ടാക്സ് പേ ചെയ്തുള്ളൂ, അതിനുശേഷം രണ്ട് രാജ്യങ്ങളും തമ്മിൽ താരിഫ് പിന്നീട് ഷെയർ ചെയ്യുന്ന മെത്തേഡാണ് ഫോളോ ചെയ്യുക. ഓക്കെ, ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ക്ലിയർ ആണോ? കസ്റ്റംസ് യൂണിയൻ വരെ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? പ്രിഫറൻഷ്യൽ ഏരിയ, ട്രേഡ് ഏരിയ, ഫ്രീ ട്രേഡ് ഏരിയ, കസ്റ്റംസ് യൂണിയൻ. എനിക്ക് ഇനി പറയുന്ന ഓരോ കൺസെപ്റ്റും വ്യക്തമായിട്ട് മനസ്സിലാക്കണം നിങ്ങൾ. അതിനുവേണ്ടിയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? പറയൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ലെവൽ, നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കോമൺ മാർക്കറ്റ് ആണ്. എ കോമൺ സിംഗിൾ മാർക്കറ്റ്
is the most significant step towards full economic integration. ഇപ്പൊ കസ്റ്റംസ് യൂണിയൻ കഴിഞ്ഞു, അതിന് മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇന്റഗ്രേഷൻ വരുവാണ്. ഓക്കെ, ഫുൾ ഇക്കണോമിക് ഇന്റഗ്രേഷനിലേക്ക് പോകുന്നതിലെ ഒരു ആദ്യത്തെ പടി എന്ന് പറയാം കോമൺ മാർക്കറ്റ്. ഇൻ കേസ് ഓഫ് യൂറോപ്പ്, യൂറോപ്പില് അറിയാലോ യൂറോപ്യൻ യൂണിയൻ ഇസ് ദെയർ. യൂറോപ്യൻ യൂണിയന്റെ കോമൺ മാർക്കറ്റിനെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ മാർക്കറ്റ്. യൂറോപ്യൻ യൂണിയൻ കോമൺ മാർക്കറ്റിന് മുകളിലാണ്. ഓക്കെ, സോ കോമൺ മാർക്കറ്റിൽ ആ ഒരു സ്റ്റേജിൽ യൂറോപ്യൻ യൂണിയന്റെ ആ കോമൺ മാർക്കറ്റിനെ വിളിക്കുന്ന പേര് ഇന്റേണൽ മാർക്കറ്റ് എന്നാണ്. കീ ഫീച്ചർ ഓഫ് കോമൺ മാർക്കറ്റ് ഈസ്, എന്താണ് അതിന്റെ ബേസിക് ഫീച്ചർ നമുക്ക് ഇവിടെ നോക്കാം. Key feature of a common market is the extension of free trade from just tangible goods to include all economic resources. What the meaning? മുമ്പ് നമ്മൾ പറഞ്ഞ എല്ലാ പോയിന്റിലും ഗുഡ്സ് കണ്ടോ, ഗുഡ്സ് എല്ലായിടത്തും ഗുഡ്സ് ഉണ്ട്. റിമൂവൽ ഓഫ് താരിഫ് ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ അവിടെ ഗുഡ്സിന്റെ മൂവ്മെന്റ് ആണ് നമ്മൾ പറയുന്നത്. അതേപോലെ ഇവിടെയും ഫ്രീ ട്രേഡ് ഏരിയ പറയുമ്പോഴും പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ പറയുമ്പോഴും ഒക്കെ ഗുഡ്സ് ആണ് കൺസെപ്റ്റ്. ആ ഗുഡ്സിന് മുകളിലേക്ക് പോകുന്നു. അതായത് എല്ലാ ഇക്കണോമിക് റിസോഴ്സസും, ഗുഡ്സ് മൂവ് ചെയ്യുമ്പോഴും സർവീസസ് മൂവ് ചെയ്യുമ്പോഴും ക്യാപിറ്റൽ മൂവ് ചെയ്യുമ്പോഴും ലേബർ മൂവ് ചെയ്യുമ്പോഴും അഡീഷണൽ ചാർജസ് ഒന്നും തന്നെ ഇല്ല, അഡീഷണൽ ടാക്സുകൾ ഒന്നും തന്നെ പരസ്പരം ഇമ്പോസ് ചെയ്യുന്നില്ല. അത് ആ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ കോമൺ മാർക്കറ്റ് പറയും. അതിനർത്ഥം എന്താണ്? ഇപ്പോ നമുക്ക് ആ രാജ്യത്ത് പോയി, നമ്മളിപ്പോ ഇന്ത്യയും വേറൊരു രാജ്യവും കോമൺ മാർക്കറ്റ് ആണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ നിന്നും അവരുടെ രാജ്യത്തേക്ക് പോകുന്നതിന് വേണ്ടി അഡീഷണൽ ആയിട്ട് ഒരു ടാക്സും പേ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ് ഇസ് എ കോമൺ മാർക്കറ്റ്. ഓക്കെ, അവിടെ പോയി ജോലി ചെയ്യുന്നതിനും അഡീഷണൽ ടാക്സസ് പേ ചെയ്യേണ്ട, ലേബർ മൂവ്മെന്റ് അലോ ചെയ്യുന്നുണ്ട്. നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് അഡീഷണൽ ടാക്സ് പേ ചെയ്യേണ്ട, ക്യാപിറ്റൽ മൂവ്മെന്റ് അലോ ചെയ്യുന്നുണ്ട്. ഇതെല്ലാമാണ് കോമൺ മാർക്കറ്റിന്റെ ഫീച്ചർ. സോ ഇറ്റ് ഈസ് ദി extension of free trade from just tangible goods to include all economic resources. ടാഞ്ചിബിൾ ഗുഡ്സിൽ നിന്നും നമ്മൾ എല്ലാ ഇക്കണോമിക് റിസോഴ്സസിന്റെയും ഫ്രീ മൂവ്മെന്റ് അലോ ചെയ്യുന്നു. അത് കൂടാതെ ഈ ഒരു ലെവലിൽ കോമൺ മാർക്കറ്റ് പറയുമ്പോൾ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. കോമൺ മാർക്കറ്റിൽ പിന്നെ ഓർക്കേണ്ടത്, ഇൻ അഡീഷൻ ആസ് വെൽ ആസ് റിമൂവിംഗ് താരിഫ്, നോൺ താരിഫ് ബാരിയേഴ്സ് ആർ ഓൾസോ റെഡ്യൂസ്ഡ് ഓർ എലിമിനേറ്റഡ്. സോ നോൺ താരിഫ് ബാരിയേഴ്സ്, താരിഫ് ബാരിയേഴ്സും നോൺ താരിഫ് ബാരിയേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമുക്ക് കാണാം. അതിനു മുമ്പ് ഇവിടെ നിങ്ങൾ ഓർക്കുക, താരിഫ് മാത്രമല്ല നോൺ താരിഫ് ബാരിയേഴ്സ് ഒന്നെങ്കിൽ കുറയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഫോർ എ കോമൺ മാർക്കറ്റ് ടു ബി സക്സസ്ഫുൾ, കോമൺ മാർക്കറ്റ് സക്സസ്ഫുൾ ആകണമെങ്കിൽ ദർ മസ്റ്റ് ബി എ സിഗ്നിഫിക്കന്റ് ലെവൽ ഓഫ് ഹാർമണൈസേഷൻ ഓഫ് മൈക്രോ ഇക്കണോമിക് പോളിസീസ്. മൈക്രോ ഇക്കണോമിക് പോളിസി ഒരേ രീതിയിലാവണം. അതേപോലെ ആൻഡ് കോമൺ റൂൾസ് റിഗാർഡിംഗ് പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ്സ്, രണ്ട് രാജ്യങ്ങളിലും പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ്സ്, സ്റ്റാൻഡേർഡൈസേഷൻ റൂൾസും എല്ലാം ഒരേപോലെ ആവണം. മോണോപോളി പവറുമായി ബന്ധപ്പെട്ട റൂൾ ഒരേപോലെ ആയിരിക്കണം. ആൻഡ് ആന്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസസ്, ആന്റി ഡംപിംഗ് പ്രാക്ടീസസ് ഒക്കെ എങ്ങനെയാണോ അതെല്ലാം ഒരേ രീതിയിലായിരിക്കണം നിയമങ്ങൾ ഉണ്ടാവേണ്ടത്. എന്നാൽ മാത്രമേ ഈ ഒരു കോമൺ മാർക്കറ്റ് സക്സസ്ഫുൾ ആവൂ. ദർ മേ ഓൾസോ ബി കോമൺ പോളിസീസ് അഫക്റ്റിംഗ് കീ ഏരിയാസ്, കീ ഇൻഡസ്ട്രീസ് സച്ച് ആസ് കോമൺ അഗ്രികൾച്ചറൽ പോളിസി, കോമൺ ഫിഷറീസ് പോളിസി. ഇങ്ങനെ ആ രാജ്യത്തെ സംബന്ധിച്ച് ഇക്കണോമിക് പോളിസീസ് എല്ലാം ബിക്കോസ് മാർക്കറ്റുമായി ബന്ധപ്പെട്ടാണല്ലോ. കോമൺ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ബേസിക് ഇക്കണോമിക് പോളിസീസ് ഓർ ട്രേഡ് പോളിസീസ് എല്ലാം സിമിലർ ആയിരിക്കണം. അങ്ങനെ സിമിലർ ആവുന്ന സ്റ്റേജിലെ നമുക്ക് കോമൺ മാർക്കറ്റിലേക്ക് പോകാൻ പറ്റും. സോ കോമൺ മാർക്കറ്റിന്റെ ബേസിക് ഫീച്ചർ നിങ്ങൾ ഓർക്കുക, എപ്പോഴും 3 കാര്യങ്ങളോട് ഓർക്കുക. ഒന്നാമത്തെ കാര്യം എന്താ? ഫ്രീ ട്രേഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലാ റിസോഴ്സസിലേക്കും പോകുന്നു. എല്ലാ ഇക്കണോമിക് റിസോഴ്സസും ഫ്രീ മൂവ്മെന്റ് അലോ ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ്, താരിഫ് ബാരിയേഴ്സും നോൺ താരിഫ് ബാരിയേഴ്സും, താരിഫ് ബാരിയേഴ്സ് കൂടാതെ നോൺ താരിഫ് ബാരിയേഴ്സും കുറയ്ക്കുകയോ എലിമിനേറ്റ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് ഇവിടെ ഇക്കണോമിക് റിസോഴ്സസിൽ അല്ലെങ്കിൽ മൈക്രോ ഇക്കണോമിക് പോളിസീസിൽ ഹാർമണൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കൂ. ഈ 3 പോയിന്റ് നിങ്ങൾ ഓർക്കുക. ഓക്കെ, സോ വി റീച്ച്ഡ് അപ് ടു കോമൺ മാർക്കറ്റ്. നെക്സ്റ്റ് സ്റ്റേജ് ഈസ് ഇക്കണോമിക് യൂണിയൻ. ക്ലാസിക് എക്സാമ്പിൾ ഈസ് യൂറോപ്യൻ യൂണിയൻ. ഓക്കെ, എന്താണ് ഇക്കണോമിക് യൂണിയൻ? ലെറ്റ്സ് സീ. Economic union is a chain applied to a trading bloc that has both a common market between members, common market ഉണ്ട്, and a common trade policy towards non-members. കോമൺ മാർക്കറ്റും കോമൺ ട്രേഡ് പോളിസിയും ഒരുമിച്ച് വരുവാണെങ്കിൽ അതിനെ എന്തെന്ന് പറയും? ഇക്കണോമിക് യൂണിയൻ എന്ന് പറയും. ഓൾ ദ മെമ്പേഴ്സ് ആർ ഫ്രീ ടു പെർസ്യൂ ഇൻഡിപെൻഡന്റ് മാക്രോ ഇക്കണോമിക് പോളിസീസ്. എന്താണ് ഈ മാക്രോ ഇക്കണോമിക് പോളിസീസ്? ഏതൊക്കെയാണ് മാക്രോ ഇക്കണോമിക് പോളിസീസ്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ?
ഒരു രാജ്യത്തിന്റെ ബേസിക് ആയിട്ടുള്ള മാക്രോ എക്കണോമിക് പോളിസീസ് ഏതൊക്കെയാണ്? കിട്ടുന്നില്ല? നിങ്ങൾക്ക് അറിയാവുന്ന രണ്ട് പോളിസീസ് അല്ലേ? ഫിസ്ക്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസി. ദാറ്റ് യു നോ റൈറ്റ്? എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പറയാതിരിക്കുകയാണ്. മാക്സിമം ഒന്ന് സംസാരിക്കാൻ തയ്യാറാവുക കേട്ടോ. ഓക്കെ, എനിവേ ഇക്കണോമിക് യൂണിയനിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ എന്താണ്, ഒന്നാമതായിട്ട് ഇക്കണോമിക് യൂണിയൻ ആണെങ്കിൽ അവിടെ കോമൺ മാർക്കറ്റ് ഉണ്ടാവണം. കോമൺ മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അത് കൂടാതെ കോമൺ ട്രേഡ് പോളിസി, നോൺ മെമ്പേഴ്സുമായിട്ട്, ആ ഗ്രൂപ്പിങ്ങിന്റെ മെമ്പേഴ്സ് അല്ലാത്ത രാജ്യങ്ങളുമായിട്ട് കോമൺ ട്രേഡ് പോളിസി ഉണ്ടാവണം. മൂന്നാമതായിട്ട് ഈ രണ്ട് ഫീച്ചേഴ്സ് മതി. അതേസമയം മാക്രോ ഇക്കണോമിക് പോളിസീസ് ഇവയ്ക്ക് രണ്ടും, അതായത് മെമ്പർ കൺട്രീസിന് അവരവരുടേതായ മാക്രോ ഇക്കണോമിക് പോളിസീസ് എടുക്കാം. ഫിസിക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും ഇൻഡിപെൻഡന്റ് ആയിട്ട് തീരുമാനിക്കാം. ഇപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഫിസിക്കൽ പോളിസി മോണിറ്ററി പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അതേപോലെ പാകിസ്ഥാനാണ് ഇക്കണോമിക് യൂണിയൻ വരുന്നതെങ്കിൽ പാകിസ്ഥാന്റേതായ ഫിസിക്കൽ പോളിസി മോണിറ്ററി പോളിസി ഒക്കെ ക്രിയേറ്റ് ചെയ്യാം, അതിനും പ്രശ്നമില്ല. ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ, ഈ ഒരു ഇക്കണോമിക് യൂണിയൻ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയാവുന്നത് യൂറോപ്യൻ യൂണിയൻ ആണ്. യൂറോപ്യൻ യൂണിയൻ ഈസ് ദി ബെസ്റ്റ് നോൺ ഇക്കണോമിക് യൂണിയൻ ആൻഡ് വിച്ച് വാസ് കെയിം ഇൻ ടു ഫോഴ്സ് on November 1st, 1993, following the signing of Maastricht Treaty. Okay, ട്രീറ്റി ഓഫ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയും മാസ്ട്രിക്ട് ട്രീറ്റി. ആ ഒരു ട്രീറ്റി സൈൻ ചെയ്തതിനു ശേഷമാണ് യൂറോപ്യൻ യൂണിയൻ ഫോം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവാം. സോ എത്ര സ്റ്റേജുകളായെന്ന് ഓർക്കുക. ഓരോന്നും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ, ഫ്രീ ട്രേഡ് ഏരിയ, കസ്റ്റംസ് യൂണിയൻ, കോമൺ മാർക്കറ്റ്, ദെൻ ഇക്കണോമിക് യൂണിയൻ. അടുത്തത് മോണിറ്ററി യൂണിയൻ ആണ്. മോണിറ്ററി യൂണിയൻ അതായത് ഇവിടെ എത്തുമ്പോൾ മാക്രോ ഇക്കണോമിക് ഇന്റഗ്രേഷൻ വന്നു. എന്താണ് മാക്രോ ഇക്കണോമിക്? ഇപ്പൊ ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, മാക്രോ ഇക്കണോമിക് പോളിസീസ് കണ്ടോ? ഈ മാക്രോ ഇക്കണോമിക് പോളിസി ഇക്കണോമിക് യൂണിയനിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിരുന്നില്ല. എന്നാൽ മാക്രോ ഇക്കണോമിക് പോളിസിയിലെ ഏതായിരിക്കും? മോണിറ്ററി യൂണിയൻ ആണ്. സോ മോണിറ്ററി പോളിസി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മോണിറ്ററി യൂണിയൻ ആയി. ഓക്കെ, സോ മോണിറ്ററി യൂണിയൻ ഇസ് ദി മേജർ സ്റ്റെപ്പ് ടുവേർഡ്സ് macroeconomic integration and enables economies to converge more closely. Monetary union involves scrapping individual currency. എന്താണ് മോണിറ്ററി പോളിസി? ഐ ഹോപ്പ് യു നോ. മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ കറൻസി കൺട്രോളുമായി ബന്ധപ്പെട്ട മേജർ പോളിസിയാണ്. റിസർവ് ബാങ്ക് തീരുമാനിക്കുന്ന പോളിസിയാണ്. ലൈക്ക് നമ്മൾ മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഐ തിങ്ക് ഏത് സബ്ജക്റ്റ് ആയിരുന്നു അത്? ഐ തിങ്ക് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് ഏരിയ ഡിസ്കസ് ചെയ്തപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. സോ മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഒരു രാജ്യത്തെ സംബന്ധിച്ച് കറൻസി കൺട്രോളുമായി ബന്ധപ്പെട്ട് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനും അതേപോലെ ഡീഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനും കറൻസി സർക്കുലേഷൻ നിയന്ത്രിക്കാനുള്ള ബേസിക് പോളിസിയാണ് ആ രാജ്യത്തിന്റെ മോണിറ്ററി പോളിസി. സോ ആ മോണിറ്ററി പോളിസി ഇൻ ദി സെൻസ് ഇറ്റ് ആക്ച്വലി കൺട്രോൾസ് കറൻസി, റൈറ്റ്? മണി സർക്കുലേഷൻ കൺട്രോൾ ചെയ്യുകയാണ്. അപ്പൊ മോണിറ്ററി പോളിസി ഒരേ രീതിയിലാക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങളിലെ കറൻസി ഒന്നായിരിക്കണം. എന്നാലല്ലേ നമുക്ക് ഇത്തരത്തിലൊരു മോണിറ്ററി യൂണിയൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരണം? സോ ഇറ്റ് എനേബിൾസ് ഇക്കോണമീസ് ടു കൺവെർജ് ഈവൻ മോർ ക്ലോസ്ലി. കൂടുതൽ ഒരുമിക്കുകയാണ് ഇക്കോണമി. ഇൻ സെൻസ് ദാറ്റ് മോണിറ്ററി യൂണിയൻ ഇൻവോൾവ്സ് ഫസ്റ്റ് എന്ത് സംഭവിക്കും? സ്ക്രാപ്പിംഗ് ഓഫ് ഇൻഡിവിജ്വൽ കറൻസീസ്. അവരുടെ ഓൺ കറൻസി സ്ക്രാപ്പ് ചെയ്യുന്നു. ആൻഡ് അഡോപ്റ്റിംഗ് എ സിംഗിൾ ഷെയർഡ് കറൻസി ലൈക്ക് യൂറോ പോലുള്ള, അല്ലെങ്കിൽ ഈസ്റ്റ് കരീബിയൻ ഡോളർ. ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഇത്തരത്തിലുള്ള മോണിറ്ററി യൂണിയൻ എക്സാമ്പിൾ ആണ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ആണെങ്കിൽ അവർ 17 നേഷൻസ് അംഗീകരിച്ച കറൻസിയാണ് യൂറോ. എന്നാൽ അംഗീകരിക്കാത്ത നേഷൻസ് ഉണ്ട് കേട്ടോ, അക്സെപ്റ്റ് ചെയ്യാത്ത നേഷൻസ് ഉണ്ട്. അതേപോലെ കരീബിയൻ കൺട്രീസ് ആണെങ്കിൽ കരീബിയൻ ഐലൻഡ് കൺട്രീസിലെ 11 രാജ്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്ന കറൻസിയാണ് ഈസ്റ്റ് കരീബിയൻ ഡോളർ. ഓക്കെ, സോ ദിസ് മീൻസ് ദാറ്റ് there is a common exchange rate. കറൻസി ഒന്നായി എന്നതിന്റെ അർത്ഥം എന്താണ്? അവയ്ക്ക് ഒറ്റ എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കും. കറൻസി വാല്യൂ ഒന്ന് തന്നെയല്ലേ? then a common monetary policy including interest rates, because കറൻസി സെയിം ആണ്. ഫോറിൻ കറൻസി പോളിസി, അതായത് എക്സ്ചേഞ്ച് പോളിസി ഒന്നാണ്. അതിങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നായിരിക്കും. ഓക്കെ, ആൻഡ് റെഗുലേഷൻ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മണി ആൻഡ് എ സിംഗിൾ സെൻട്രൽ ബാങ്ക്. ഇതിനെ കൺട്രോൾ ചെയ്യാണ് സെൻട്രൽ ബാങ്കിന്റെ ഉത്തരവാദിത്തം.
അങ്ങനെയാണെങ്കിൽ ഓരോ രാജ്യത്തിനും വേണ്ടി സെപ്പറേറ്റ് സെൻട്രൽ ബാങ്ക് ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഒരു കോമൺ സെൻട്രൽ ബാങ്ക് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. യൂറോപ്യൻ യൂണിയന്റെ കേസിൽ യൂറോപ്യൻ സെൻട്രൽ ബാങ്കും അതേപോലെ കാരീബിയൻ യൂണിയന്റെ കേസിൽ നമുക്ക് പറയാവുന്നത് ഈസ്റ്റ് കാരീബിയൻ സെൻട്രൽ ബാങ്കും ഇതിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് മോണിറ്ററി യൂണിയൻ. മോണിറ്ററി യൂണിയൻ മനസ്സിലായോ എല്ലാവർക്കും? ഫൈൻ. ഓക്കെ, നൗ നെക്സ്റ്റ് ഇസ് ഫിസ്ക്കൽ യൂണിയൻ. എന്തായിരിക്കും ഫിസ്ക്കൽ പോളിസി ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? ഫിസ്ക്കൽ പോളിസി ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഫിസ്ക്കൽ പോളിസി ആരാണ് കൈകാര്യം ചെയ്യുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞു. ആരുടെ ഡിസിഷനാണ് ഫിസ്ക്കൽ പോളിസി? ആരുടെ ഡിസ്ക്രിപ്ഷനിലാണ് ഫിസ്ക്കൽ പോളിസി ക്രിയേറ്റ് ചെയ്യുന്നത്? ഇസ് ഇറ്റ് സെൻട്രൽ ബാങ്ക് ആണോ? സെൻട്രൽ ബാങ്ക് ഡിസൈഡ് ചെയ്യുന്നത് മോണിറ്ററി പോളിസിയാണ്. ഫിസ്ക്കൽ പോളിസി ഈസ് ക്രിയേറ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്, റൈറ്റ്? ആണല്ലോ, സെൻട്രൽ ഗവൺമെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് ഐ മീൻ ഇന്ത്യയുടെ കേസിലാണെങ്കിൽ ഫിനാൻസ് മിനിസ്ട്രിയാണ്, ഫിനാൻസ് മിനിസ്റ്ററാണ് ഇത് സബ്മിറ്റ് ചെയ്യുന്നത്, സഭയിൽ അവതരിപ്പിക്കുന്നത്. സോ ഫിസ്ക്കൽ പോളിസിയിലാണ് ബഡ്ജറ്റ്, നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഫിസ്ക്കൽ പോളിസിയാണ് യഥാർത്ഥത്തിൽ. ആ ബഡ്ജറ്റിലാണ് ടാക്സ് റേറ്റ് എത്രയാണെന്നുള്ളത് അവതരിപ്പിക്കുന്നത്, പബ്ലിക് സെക്ടർ സ്പെൻഡിങ് എത്രയാണ്, ബോറോയിങ് എത്ര മാത്രമായിരിക്കണം, ഗവൺമെന്റ് ബോറോയിങ്ങിന്റെ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഫിസ്ക്കൽ പോളിസിയിലാണ്. അത് ഇന്റഗ്രേറ്റ് ചെയ്ത് അതിനർത്ഥം എന്താണ്? അത് ഇന്റഗ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ഫിസ്ക്കൽ പോളിസി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഒരുപോലായ സിറ്റുവേഷൻ ആണ്. ഗവൺമെന്റ് പിന്നെ എന്ത് ഡ്യൂട്ടി, എന്ത് ഉത്തരവാദിത്തമാണ് പിന്നീടുള്ളത്? ഓക്കെ, സോ എ ഫിസ്ക്കൽ യൂണിയൻ ഇസ് ആൻ എഗ്രിമെന്റ് ടു ഹാർമണൈസ് ടാക്സ് റേറ്റ് സോ ദാറ്റ് ഈ രാജ്യങ്ങൾക്കിടയിലുള്ള ടാക്സ് റേറ്റ് ഒന്നാകുന്നു. ടു എസ്റ്റാബ്ലിഷ് കോമൺ ലെവൽസ് ഓഫ് പബ്ലിക് സ്പെൻഡിങ് ആൻഡ് ബോറോയിങ്. ഈ രാജ്യങ്ങൾ ഒരേ രീതിയിലുള്ള പബ്ലിക് സ്പെൻഡിങ്ങും പബ്ലിക് ബോറോയിങ് നടത്തണം, വേറൊരു ചേഞ്ച് വരുത്താൻ പാടില്ല. ദെൻ ജോയിന്റ്ലി എഗ്രി നാഷണൽ ബജറ്റ് ഡെഫിസിറ്റും ബജറ്റ് സർപ്ലസും ഒക്കെ ഒരുമിച്ച് നിന്ന് തീരുമാനിക്കുന്നു. അതായത് ഗവൺമെന്റ് ഏകദേശം ഒന്നായി എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണ് ഫിസ്ക്കൽ യൂണിയൻ. ഫിസ്ക്കൽ യൂണിയൻ ആക്കാനുള്ള ശ്രമം യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അത് 2012 തന്നെ ഫിസ്ക്കൽ കോമ്പാക്ട് എന്നുള്ള രീതിയിൽ ഒരു ലെസ് ബൈൻഡിങ് വെർഷൻ, നിർബന്ധമില്ലാത്തൊരു വെർഷൻ എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടി കടന്നുകയറ്റമാണ്, അല്ലെങ്കിൽ ഓരോ രാജ്യത്തിന്റെ ഇൻഡിപെൻഡൻസിനെ തന്നെ അത് ചോദ്യം ചെയ്യപ്പെടാം എന്നുള്ളതുകൊണ്ട് ഇതുവരെ ഫിസ്ക്കൽ യൂണിയൻ അങ്ങനെ നമുക്ക് എടുത്തു കാണിക്കാവുന്ന ഒരു ഫിസ്ക്കൽ യൂണിയൻ കാണാൻ സാധിക്കില്ല. ഓക്കെ, സോ ഫിസ്ക്കൽ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫിസ്ക്കൽ പോളിസി ഒരേ രീതിയിലാക്കുന്നു, ടാക്സ് റേറ്റ്സ് ഒരേപോലെയാക്കണം, പബ്ലിക് സ്പെൻഡിങ്ങും പബ്ലിക് ബോറോയിങ്ങും ഒക്കെ ഒരേ ലെവലിലെത്തണം. ദെൻ നാഷണൽ ബജറ്റിനും ബജറ്റ് ഡെഫിസിറ്റും ബജറ്റ് സർപ്ലസും ഒക്കെ ഒരേപോലെ വരണം. ഇത്രയൊക്കെ വരണമെങ്കിൽ രാജ്യങ്ങൾ ഒന്നാവുന്നതിന് തുല്യമായി മാറും. അതാണ് ഫിസ്ക്കൽ യൂണിയൻ. ഇനി അതിനു മുകളിൽ പോയാൽ ഫിസ്ക്കൽ യൂണിയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ ഈസ് കംപ്ലീറ്റ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ. കംപ്ലീറ്റ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ ഇൻവോൾവ്സ് എ സിംഗിൾ ഇക്കണോമിക് മാർക്കറ്റ്, ഒറ്റ മാർക്കറ്റ്, എ കോമൺ ട്രേഡ് പോളിസി, എ സിംഗിൾ കറൻസി, എ കോമൺ മോണിറ്ററി പോളിസി ടുഗദർ വിത്ത് എ സിംഗിൾ ഫിസ്ക്കൽ പോളിസി. അതായത് സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കേണ്ട അല്ലെങ്കിൽ രാജ്യത്തിൻ്റെതായ എല്ലാ പോളിസീസും ഒരേപോലെയാവുന്നു. അങ്ങനെ വരികയാണെങ്കിൽ അതിനകത്ത് ഒന്നാണ് രണ്ട് രാജ്യങ്ങളും കൂടിച്ചേർന്നു എന്നാണ്. ആ ഒരു സിറ്റുവേഷൻ ആണ് കംപ്ലീറ്റ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ. ഓക്കെ, സോ ഇൻ ഷോർട്ട്, കംപ്ലീറ്റ് ഹാർമണൈസേഷൻ ഓഫ് ഓൾ പോളിസീസ്, റേറ്റ്സ് ആൻഡ് ഇക്കണോമിക് ട്രേഡ് റൂൾസ്, ഇവയെല്ലാം ഒന്നായാൽ ആ ഒരു സ്റ്റേജിനെയാണ് കംപ്ലീറ്റ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി ഡിഫറെന്റ് സ്റ്റേജസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ. എല്ലാം നിങ്ങൾ നോക്കുക, ക്ലിയർ ആവാത്ത ഏതെങ്കിലും പറയണം. ആദ്യം നമ്മൾ തുടങ്ങിയത് ട്രേഡിംഗ് ബ്ലോക്ക് കൺസെപ്റ്റ് പറഞ്ഞുകൊണ്ടാണ്. പിന്നീട് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ, ചില ഗുഡ്സിൽ മാത്രം താരിഫ് ബാരിയർ കുറയ്ക്കാനോ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാനോ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്ന് പറയും. ഈ ചില എന്ന് പറയുന്ന കൺസെപ്റ്റ് മാറ്റിക്കഴിഞ്ഞാൽ അത് ഓളായി. എല്ലാ ഗുഡ്സിലും അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്രീ ട്രേഡ് ഏരിയ ആണ്. കസ്റ്റംസ് യൂണിയൻ ആണെങ്കിലോ ഈ ഫ്രീ ട്രേഡ് ഏരിയയുടെ ഒപ്പം തന്നെ എല്ലാ ഗുഡ്സിലും ട്രേഡ് ബാരിയർ കുറയ്ക്കാൻ തീരുമാനിച്ചു. അതേസമയം എന്ത് സംഭവിക്കും? അഡീഷണലി നോൺ മെമ്പേഴ്സിനോട് ഒരേ ടാക്സ് റേറ്റ് ആണ് ഇമ്പോസ് ചെയ്യുന്നതെങ്കിൽ അതിനെ കസ്റ്റംസ് യൂണിയൻ എന്ന് പറയാം. കസ്റ്റംസ് യൂണിയന്റെ ഒപ്പം തന്നെ എന്ത് സംഭവിക്കും? കോമൺ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ ട്രേഡ് എന്ന് പറയുന്നത് ടാഞ്ചിബിൾ ഗുഡ്സിൽ നിന്നും എല്ലാ ഇക്കണോമിക് റിസോഴ്സസിലേക്ക് മാറിക്കഴിഞ്ഞാൽ എല്ലാ റിസോഴ്സസും ഫ്രീ മൂവ്മെന്റ് നടത്തുവാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ കോമൺ മാർക്കറ്റ് എന്ന് പറയാം. ഇക്കണോമിക് യൂണിയൻ ആണെങ്കിൽ മോണിറ്ററി പോളിസി ഇന്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ,
ഇക്കണോമിക് യൂണിയൻ ആണെങ്കിൽ മോണിറ്ററി പോളിസിയും ഫിസിക്കൽ പോളിസിയും ഒഴികെ, ഞാൻ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് കറക്റ്റ് ചെയ്യുക. ഇക്കണോമിക് യൂണിയൻ ആണെങ്കിൽ ബാക്കിയുള്ള പോളിസീസ് ലൈക്ക് കോമൺ മാർക്കറ്റ് ഉണ്ട്, ദെൻ കോമൺ ട്രേഡ് പോളിസി ആയിരിക്കണം. ഇതെല്ലാം ചേർന്ന് കഴിഞ്ഞാൽ അത് ഇക്കണോമിക് യൂണിയൻ ആയി. യൂറോപ്യൻ യൂണിയൻ ക്ലാസിക് എക്സാമ്പിൾ ആണ്. ദെൻ മോണിറ്ററി യൂണിയൻ ആകുമ്പോഴാണ് മോണിറ്ററി പോളിസി ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നത്. ഫിസിക്കൽ യൂണിയൻ ആകുമ്പോൾ ഫിസിക്കൽ പോളിസി കൂടി ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടും. സോ എല്ലാ പോളിസീസും ഒരേ രീതിയിലായി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ ആണ്. എനി ഡൗട്ട്സ്? ഫൈൻ. സോ ലെറ്റ്സ് മൂവ് ഓൺ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സിനെ പറ്റിയാണ്. ഓക്കെ, സോ താരിഫ് ബാരിയേഴ്സ്. സോ വാട്ട് ഈസ് താരിഫ്? താരിഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഇമ്പോർട്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ഇമ്പോർട്ടിനെ കുറയ്ക്കാൻ വേണ്ടി ഗവൺമെന്റ് ചാർജ് ചെയ്യുന്നതാണ് ടാക്സ്, താരിഫ്. അതേപോലെ തന്നെ ചില കേസുകളിൽ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ടും ഈ പറയുന്ന താരിഫ് ഇമ്പോസ് ചെയ്യാറുണ്ട്. ഏതൊക്കെ സാഹചര്യത്തിലായിരിക്കും? എക്സ്പോർട്ട് ഈസ് ഗുഡ് ഫോർ എ നേഷൻ, റൈറ്റ്? പക്ഷെ ആ എക്സ്പോർട്ട് ചെയ്യുന്നത് വാല്യൂബിൾസ് ആണെങ്കിലും നമ്മളുടെ രാജ്യത്തിന് വിലപ്പെട്ട സാധനങ്ങളൊക്കെയാണ്, അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ആ സാഹചര്യത്തിലും താരിഫ് ഇമ്പോസ് ചെയ്യാറുണ്ട്. സോ താരിഫ് എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി എ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ് ഓർ സർവീസ് ആൻഡ് ഇറ്റ് ഓൾസോ ഇമ്പോസ്ഡ് ഇൻ കേസ് ഓഫ് എക്സ്പോർട്ട്സ് ആസ് വെൽ. ചില എക്സ്പോർട്ടുകളിൽ മാത്രം ഇത് ഇമ്പോസ് ചെയ്യാറുണ്ട്. സോ താരിഫ്സ് ആർ യൂസ്ഡ് ടു റെസ്ട്രിക്ട് ഇമ്പോർട്ട് ബൈ ഇൻക്രീസിംഗ് ദി പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ്ഡ് ഫ്രം ഓവർസീസ് and making them less attractive to the consumer to protect the domestic frames. അതായത് പുറത്തുനിന്ന് വരുന്ന ഗുഡ്സിന്റെ പൈസ കൂട്ടുക, പുറത്തുനിന്ന് ഗുഡ്സ് വരുമ്പോൾ അതിന്റെ വില കൂട്ടുക. അങ്ങനെ പൈസ കൂട്ടുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഡൊമസ്റ്റിക് മാർക്കറ്റിന് അതിന്റെ പ്രൈസ് കൂടി നിൽക്കും. അതുകൊണ്ട് ഇറ്റ് വിൽ ബിക്കം ലെസ് അട്രാക്റ്റീവ്. നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അത് വിറ്റഴിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാവും. ഡൊമസ്റ്റിക് മാർക്കറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ എയിം വയ്ക്കുന്നത്. അതായത് ഫോറിൻ ഗുഡ്സ് ഇന്ത്യയിലേക്ക് വരുന്നു. ഫോറിൻ ഗുഡ്സ് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡൊമസ്റ്റിക് ഉള്ള ലോക്കൽ ഗുഡ്സിന് എന്ത് സംഭവിക്കും? അതിനെ പ്രൊട്ടക്ട് ചെയ്യണമല്ലോ. ബിക്കോസ് ഫോറിൻ ഗുഡ്സ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിന്റെ വാല്യൂ ചിലപ്പോൾ കുറവായിരിക്കും, ലോക്കൽ ഗുഡ്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ചിലപ്പോൾ കൂടുതലായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ലോക്കൽ ഗുഡ്സിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇത്തരം ടാക്സുകൾ ഇമ്പോസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാം. താരിഫ്സ് ആർ ലെയ്ഡ് ഓൺ എക്സ്പോർട്ട് ടു ജനറേറ്റ് റവന്യൂ. എക്സ്പോർട്ടിലും താരിഫ് വയ്ക്കാറുണ്ട്. അവിടെ പർപ്പസ് ആയിട്ട് പറയുന്നത് നോർമലി റവന്യൂ കിട്ടുക എന്നുള്ളതാണ്. Then sometimes tariff is laid for some of the important products of the country. കൺട്രിയെ സംബന്ധിച്ച് വളരെ റിലവന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പുറത്തേക്ക് പോവാതിരിക്കാനും ചില കേസുകളിൽ താരിഫ് ഇമ്പോസ് ചെയ്യാറുണ്ട്. സോ താരിഫ് ബാരിയേഴ്സ്, എന്തൊക്കെയാണ് ഈ താരിഫ് ബാരിയേഴ്സ്? സോ there are tariff barriers and non tariff barriers. താരിഫ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ താരിഫ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ടാക്സ് ആയിട്ട് ഇമ്പോസ് ചെയ്യുവാണെങ്കിൽ ഇത്തരം തടസ്സങ്ങൾ ഇമ്പോർട്ടിനെ തടയാൻ വേണ്ടി നമ്മൾ ടാക്സ് ഒരു എമൗണ്ട് ആണ് ഇമ്പോസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് താരിഫ് ബാരിയേഴ്സ് എന്ന് പറയാം. സോ താരിഫ് ഇസ് എ ടാക്സ് ഓൺ പ്രൊഡക്ട്സ് ദാറ്റ് മൂവ് അക്രോസ് ബോഡീസ്. സോ പുറത്തൊരു രാജ്യത്തു നിന്ന് നമ്മൾ ഗുഡ്സ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതിനെ തടയാൻ വേണ്ടി ഒരു എമൗണ്ട്, ഒരു അഡീഷണൽ എമൗണ്ട് നമ്മൾ ഇമ്പോസ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് താരിഫ് ബാരിയർ. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓഫ് താരിഫ് ബാരിയേഴ്സ് ഈസ് കസ്റ്റംസ് ഡ്യൂട്ടി. നോർമലി കസ്റ്റംസ് ഡ്യൂട്ടിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള താരിഫ് ബാരിയർ ആയിട്ട് നമുക്ക് പറയുന്നത്. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാരിയേഴ്സിനെ പറ്റി നമുക്ക് കാണാം. അതിനുശേഷം ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യം നമ്മൾ പറയുന്നത് സ്പെസിഫിക് ഡ്യൂട്ടിയാണ്. സോ താരിഫ് ബാരിയർ പല രീതിയിലാകാം. അതിൽ ഒന്നാമത്തെയാണ് സ്പെസിഫിക് ഡ്യൂട്ടി. സ്പെസിഫിക് ഡ്യൂട്ടി ഈസ് ബേസ്ഡ് ഓൺ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ്സ്. ഗുഡ്സിന്റെ ഫിസിക്കൽ ക്വാളിറ്റി വെച്ചുകൊണ്ട്, ലൈക്ക് വെൻ എ ഫിക്സ്ഡ് സം ഓഫ് മണി കീപ്പിംഗ് ഇൻ വ്യൂ ദി വെയിറ്റ് ഓർ മെഷർമെന്റ് ഓഫ് എ കമ്മോഡിറ്റി. ലൈക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, 1 കിലോ നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടൺ ഇമ്പോർട്ട് ചെയ്യുവാണെങ്കിൽ യു വിൽ ഹാവ് ടു പേ 5,000 rupees. ദിസ് ഈസ് കോൾഡ് സ്പെസിഫിക് ഡ്യൂട്ടി. അവിടെ എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ആ ഒരു വെയിറ്റിനനുസരിച്ച് അല്ലെങ്കിൽ മറ്റു മെഷർമെന്റിനനുസരിച്ചാണ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് സ്പെസിഫിക് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദി വാല്യൂ ഓഫ് ദി പ്രൊഡക്റ്റ് ഈസ് നോട്ട് കൺസിഡേർഡ്. ആ ഒരു പ്രൊഡക്റ്റിന്റെ വാല്യൂ എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? വെയിറ്റ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ അതിന്റെ വില എത്രയാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, വെയിറ്റ് കൺസിഡർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മെഷർമെന്റ് സൈസ് കൺസിഡർ ചെയ്തുകൊണ്ടോ മാത്രം ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന രീതിയെയാണ് സ്പെസിഫിക് ഡ്യൂട്ടി എന്ന് പറയുന്നത്.
This kind of tax is applicable in case of barrel of oil. ഒരു ബാരൽ ഓയിൽ കൊണ്ടുവരികയാണെങ്കിൽ ഒരു ബാരലിന് ഇത്ര പേ ചെയ്യുക. വീണ്ടും ഓരോ ബാരലിലും യു ഹാവ് ടു പേ 5,000 ഈച്ച് എന്ന് പറയുകയാണെങ്കിൽ ആ ബാരലിനാണ് അവിടെ ടാക്സ് വന്നിരിക്കുന്നത്, അല്ലാതെ ആ ഓയിലിന്റെ പ്രൈസിനല്ല. സോ പ്രൈസ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല, വെയിറ്റോ മെഷർമെന്റ്സോ മാത്രമാണ് കൺസിഡർ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അത് സ്പെസിഫിക് ഡ്യൂട്ടിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. രണ്ടാമതായിട്ട് അഡ് വലാറം ഡ്യൂട്ടി. ഇവിടെ നമ്മൾ പറഞ്ഞ എന്താ, വെയിറ്റോ മെഷർമെന്റോ ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അഡ് വലാറം മീൻസ് according to value, means value is considered. Okay, so the duties are imposed according to value. When a fixed percentage of value of the commodity is added as tariff, it is called ad valorem duty. അതായത് ഈ പറയുന്ന കമ്മോഡിറ്റിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 5,000 ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ പേ ചെയ്യേണ്ട ടാക്സ് എന്ന് പറയുന്നത് ഈ 5,000ന്റെ 10% ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രൈസിന്റെ ഒരു പോർഷൻ ടാക്സ് ആയിട്ട് പേ ചെയ്യണം. സോ ദാറ്റ് വിൽ ബി 500, റൈറ്റ്? 500 ടാക്സ് ആയിട്ട് പേ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് അഡ് വലാറം ഡ്യൂട്ടി ആണ്, അക്കോർഡിംഗ് ടു വാല്യൂ. ഓക്കെ, സോ ഇറ്റ് ഇഗ്നോർസ് വെയിറ്റ്. വെയിറ്റിനെ പറ്റി ഇവിടെ പറയുന്നുണ്ടോ, വോളിയത്തെ പറ്റി പറയുന്നുണ്ടോ, സൈസിനെ പറ്റി പറയുന്നുണ്ടോ? അങ്ങനെ ഒരു ഫിസിക്കൽ ഫീച്ചർ കൺസിഡർ ചെയ്യുന്നില്ല. അതിന്റെ പ്രൈസ്, വാല്യൂ മാത്രമാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇമ്പോസ് ചെയ്യുന്ന ടാക്സിനെയാണ് അഡ് വലാറം ഡ്യൂട്ടി എന്ന് പറയുന്നത്. This kind of duty is applicable in case of artworks, ornaments, antiques. ആന്റിക്സിനൊക്കെ ഫിസിക്കൽ വെയിറ്റ് ആണോ കിട്ടുന്നത്? അല്ല, അതിന്റെ വാല്യൂ എത്രയാണ്, മൂല്യം എത്രയാണ് നോക്കും. മൂല്യം എത്രയാണ് നോക്കിയിട്ട് അതിന്റെ ഒരു പെർസെന്റേജ് ആയിരിക്കും ടാക്സ് ആയിട്ട് ഇമ്പോസ് ചെയ്യുന്നത്. സോ രണ്ട് കൺസെപ്റ്റുകൾ ക്ലിയർ അല്ലേ? സ്പെസിഫിക് ഡ്യൂട്ടി ആൻഡ് അഡ് വലാറം ഡ്യൂട്ടി. മൂന്നാമത്തെ ഡ്യൂട്ടി കമ്പൈൻഡ് ഓർ കോമ്പൗണ്ട് ഡ്യൂട്ടി. കമ്പൈൻഡ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ടാക്സ് നിങ്ങൾ പേ ചെയ്യണം, അതേപോലെ തന്നെ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള അഡ് വലാറം ഡ്യൂട്ടിയും പേ ചെയ്യണം. സോ സ്പെസിഫിക് ഡ്യൂട്ടി പ്ലസ് അഡ് വലാറം ഡ്യൂട്ടി ആണ് ടാക്സ് എങ്കിൽ അതിനെ നമുക്ക് കമ്പൈൻഡ് ഓർ കോമ്പൗണ്ട് ഡ്യൂട്ടി എന്ന് പറയാം. സോ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് സ്പെസിഫിക് റേറ്റ് ഓഫ് ഡ്യൂട്ടി ആൻഡ് ആൻ അഡ് വലാറം റേറ്റ് ഓഫ് ഡ്യൂട്ടി. രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ്, രണ്ടും പേ ചെയ്യണം. സോ വേർ ആർ സ്പെസിഫിക് ഡ്യൂട്ടീസ് ആർ ബേസ്ഡ് ഓൺ ഫാക്ടേഴ്സ് സച്ച് ആസ് weight, quantity, and ad valorem duties are based on value of goods. It is called a mixed duty rate. അതായത് ആദ്യം ഈ പ്രൊഡക്റ്റിന്റെ വെയിറ്റിനനുസരിച്ച് ഒരു ടാക്സ് പേ ചെയ്യണം. വെയിറ്റ് ഇപ്പോൾ ഓരോ കിലോയ്ക്കും ഇത്ര ടാക്സ് പേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഇതിന്റെ പ്രൈസ് അനുസരിച്ച് മറ്റൊരു ടാക്സ് കൂടി പേ ചെയ്യണം. അങ്ങനെ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ ഡ്യൂട്ടി പറയുന്നതെങ്കിൽ ആ സിറ്റുവേഷനെയാണ് കമ്പൈൻഡ് ഓർ കോമ്പൗണ്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ മൂന്ന് ടൈപ്പ് ക്ലിയർ ആണോ? ഇത് മൂന്നും താരിഫ് ബാരിയേഴ്സിന്റെ എക്സാമ്പിൾ ആണ്. ഇത് ക്ലിയർ? ഫൈൻ. ദെൻ നാലാമത്തെ ടൈപ്പ് ആണ് സ്ലൈഡിംഗ് സ്കെയിൽ ഡ്യൂട്ടി. സ്ലൈഡിംഗ് സ്കെയിൽ ഫീസ് ആർ വേരിയബിൾ പ്രൈസസ് ഫോർ പ്രോഡക്ട്സ്, സർവീസസ് ഓർ ടാക്സസ് ബേസ്ഡ് ഓൺ കസ്റ്റമേഴ്സ് എബിലിറ്റി ടു പേ. അതായത് കൂടുതൽ കാശുള്ളവൻ കൂടുതൽ പേ ചെയ്യുക, ആ ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നവൻ കൂടുതൽ പേ ചെയ്യണം, കുറച്ചാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ടാക്സ് പേ ചെയ്യണം. അങ്ങനെ വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അതിനെ സ്ലൈഡിംഗ് സ്കെയിൽ ഡ്യൂട്ടി എന്ന് പറയും. ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ കസ്റ്റമേഴ്സ് എബിലിറ്റി ടു പേ. സച്ച് ഫീസ് ആർ thereby reduced for those who have lower income. ഇൻകം കുറവുള്ളവർക്ക് കുറച്ച് പേ ചെയ്യുക. ഓക്കെ, ഇൻകം കൂടുതലുള്ളവർ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ പേ ചെയ്യുക ടാക്സ്. സോ ദിസ് ടൈപ്പ് ഓഫ് പ്രൈസിംഗ് ഹാസ് an effect of spreading out the consumption of goods and services. Although it may reduce consumption for the wealthy, it is prominent in medical industry. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു മെഡിസിൻ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, ഒരു ഇൻഡിവിജ്വൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ നീഡിനനുസരിച്ചാണല്ലോ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഒരു കമ്പനിയാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിലോ അത് വിൽക്കാൻ വേണ്ടിയാണ്. സോ ഇൻഡിവിജ്വൽ റീറ്റെയിലർ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം പേ ചെയ്യുന്ന ടാക്സ് ചിലപ്പോൾ 5% ആയിരിക്കും. അതേസമയം ഒരു കമ്പനിയാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ആ കമ്പനി പേ ചെയ്യുന്ന ടാക്സ് ചിലപ്പോൾ 10% ആയിരിക്കും. അങ്ങനെ ഡിഫറെന്റ് റേറ്റ്സ് ഡിഫറെന്റ് പേഴ്സന് ചാർജ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സ്ലൈഡിംഗ് സ്കെയിൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി. കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ആക്ച്വലി ഇപ്പോ ഇന്ത്യയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഓരോ രാജ്യവും അവരുടെ എക്സ്പോർട്ടിന് സബ്സിഡി കൊടുക്കും, ഇല്ലേ? എക്സ്പോർട്ട് എന്ന് പറയുന്നത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി കമ്പനികൾക്ക് സബ്സിഡി പ്രൊവൈഡ് ചെയ്യും. ലെറ്റ് മീ ഗിവ് യു വൺ എക്സാമ്പിൾ. ഇപ്പോൾ നമ്മളുടെ ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് 100 rupees ആണെന്ന് വിചാരിക്കുക. ഇമാജിൻ ചെയ്യുക, പ്രൊഡക്റ്റ് എയുടെ പ്രൈസ് എന്ന് പറയുന്നത് 100 rupees ആണ്. ഇത് എക്സ്പോർട്ട് ചെയ്യാൻ, ഇത് ഫോറിൻ മാർക്കറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് 30 രൂപ ഒരെണ്ണത്തിന് തരുന്നുണ്ട്.
എക്സ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു യൂണിറ്റിന് 30 രൂപ വെച്ച് ഗവൺമെന്റ് തരും. അപ്പൊ അതിനർത്ഥം എന്താണ്? പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. പക്ഷെ എക്സ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കത് 70 രൂപ ബെനിഫിറ്റ് ചെയ്യും. 70 രൂപയ്ക്ക് വേണമെങ്കിൽ വിൽക്കാം. റൈറ്റ്? അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ വിൽക്കുവാണെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റുള്ളൂ? 100 രൂപയ്ക്ക് വിൽക്കാൻ പറ്റൂ. പക്ഷെ ഫോറിൻ മാർക്കറ്റിൽ വിൽക്കുമ്പോൾ ഈ 30 രൂപ ഗവൺമെന്റ് തന്നില്ലേ? 100 രൂപയായിരുന്നു പ്രൈസ്, 30 രൂപ ഗവൺമെന്റ് തന്നു. ഇപ്പൊ 70 രൂപ പ്രൈസിന്റെ വാല്യൂ ഉള്ളൂ. ഓക്കെ, അപ്പൊ 70 രൂപയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഫോറിൻ മാർക്കറ്റിൽ അതിനെ വിൽക്കാം. ഇപ്പൊ എന്താ പ്രശ്നം? ഡൊമസ്റ്റിക് പ്രൈസിനേക്കാൾ കുറഞ്ഞ പ്രൈസിൽ ഫോറിൻ മാർക്കറ്റിൽ വിൽക്കുവാണെങ്കിൽ അത് ആ രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് സെല്ലേഴ്സിനെ ബാധിക്കില്ലേ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കാം. ഞാൻ വേറൊരു രീതിയിൽ എക്സാമ്പിൾ പറയാം. ഇപ്പൊ ശ്രീലങ്കയിൽ നിന്നും ഈ പറയുന്ന ഗുഡ്സ് എന്ന് പറയുന്നത്, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ശ്രീലങ്കൻ ബേസ്ഡ് പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ ആലോചിക്കുക, ശ്രീലങ്കൻ ഗവൺമെന്റ് പ്രൊഡക്റ്റിന്റെ പ്രൈസിന് 30% സബ്സിഡി കൊടുക്കുകയാണ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി. സോ പ്രൊഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അവർ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി 30% ഗവൺമെന്റ് കൊടുത്തു. ഓക്കെ, 30 രൂപ ഗവൺമെന്റ് കൊടുത്തു. അതിനർത്ഥം ഇനി അവർക്ക് അത് 100 രൂപയ്ക്ക് വെക്കേണ്ട കാര്യമുണ്ടോ? 70 രൂപയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവന്നത് വിൽക്കാം. ശ്രീലങ്കൻ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റിലും ചിലപ്പോൾ സിറ്റുവേഷൻ ഒരുപോലെ ആയിരിക്കാം. അതേസമയം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരാൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 100 രൂപ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇന്ത്യൻ മാർക്കറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 100 രൂപ സ്പെൻഡ് ചെയ്യണം. അതേസമയം ഫോറിൻ മാർക്കറ്റിൽ ഇപ്പൊ ശ്രീലങ്കയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവർക്ക് 100 രൂപ സ്പെൻഡ് ചെയ്യണമായിരുന്നു. ഗവൺമെന്റ് സബ്സിഡി കൊടുത്തുകൊണ്ട് 70 രൂപയ്ക്ക് അത് അവർക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കാം. ഈ സിറ്റുവേഷൻ നമ്മളുടെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യില്ലേ? നിങ്ങൾ പറ, പ്രശ്നമല്ലേ? പ്രശ്നമാണ്. ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഒരു അഡീഷണൽ ടാക്സ് ഇമ്പോസ് ചെയ്യും. എന്താണ്? ഈ പറയുന്ന 30 രൂപ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ടാക്സ് ആയിട്ട് ഇമ്പോസ് ചെയ്യും. ഓക്കെ, 30 രൂപ ടാക്സ് പേ ചെയ്യാൻ പറയും. അങ്ങനെ പേ ചെയ്യുമ്പോൾ സംഭവിക്കുക, ഈ 70 രൂപയ്ക്ക് അവർക്ക് കിട്ടിയ ആ ബെനിഫിറ്റ് ഇതോടുകൂടി, അതായത് ആ സബ്സിഡി വഴി കിട്ടിയ ആ ബെനിഫിറ്റ് ഇവിടെ നള്ളിഫൈ ചെയ്തു പോകും. ഇതിനെയാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. Hope it is clear. It is imposed on certain imports where the products are subsidized by the exporting country. അതാ ഞാൻ പറഞ്ഞത്, ആ എക്സ്പോർട്ടിംഗ് കൺട്രി ശ്രീലങ്ക സബ്സിഡൈസ് ചെയ്തിട്ടാണ് നമ്മുടെ രാജ്യത്തേക്ക് അത് അയച്ചത്. ആ സബ്സിഡിയുടെ എഫക്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളുടെ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന അഡീഷണൽ ഡ്യൂട്ടിയാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് ഗവൺമെന്റ് സബ്സിഡി, ഇമ്പോർട്ട്സ് ബിക്കം മോർ ചീപ്പർ ദാൻ ഡൊമസ്റ്റിക് ഗുഡ്സ്. അല്ലേ? അവർ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് കൂടുതൽ ചീപ്പറാണ്, ബിക്കോസ് അവർക്ക് സബ്സിഡി കിട്ടുന്നുണ്ട്. അവർക്ക് ഇനി അത് 70 രൂപയ്ക്ക് ഇന്ത്യയിൽ കൊണ്ടു വെക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റിനേക്കാൾ ചീപ്പറായിട്ട് അവർക്ക് അത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ വരും. ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി, in order to nullify this effect of subsidy, this duty is imposed in addition to normal duty. നോർമൽ ഡ്യൂട്ടിക്ക് പുറമെ അഡീഷണൽ ഡ്യൂട്ടി ആയിട്ട് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യും. അതാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി കൺസെപ്റ്റ്. ദെൻ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായല്ലോ? അടുത്തത് റവന്യൂ താരിഫാണ്. So a tariff which is designated or designed to provide revenue to the home government is called revenue tariff. ഇവിടെ വേറെ ഒന്നുമില്ല, ഞങ്ങൾക്ക് കുറച്ച് അഡീഷണൽ റവന്യൂ കിട്ടണം, അതിനുവേണ്ടി മാത്രം ടാക്സ് ഇമ്പോസ് ചെയ്യുകയാണ്. ഗവൺമെന്റിന് റവന്യൂ കിട്ടാൻ വേണ്ടി മാത്രം അഡീഷണൽ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതിനെയാണ് റവന്യൂ താരിഫ് എന്ന് പറയുന്നത്. ജനറലി എ താരിഫ് ഈസ് ഇമ്പോസ്ഡ് വിത്ത് എ വ്യൂ ഓഫ് ഏർണിംഗ് റവന്യൂ ബൈ ഇമ്പോസിംഗ് ഡ്യൂട്ടി ഓൺ കൺസ്യൂമർ ഗുഡ്സ്, പെർട്ടിക്കുലർലി ഓൺ ലക്ഷറി ഗുഡ്സ്. ഇപ്പോൾ സാഹചര്യങ്ങളിൽ ഇപ്പോൾ വലിയ ഫോറിൻ കാറുകളൊക്കെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിനകത്തൊക്കെയാണ് റവന്യൂ താരിഫ് ഇമ്പോസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അതൊരു ലക്ഷറിയസ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇന്നലാസ്റ്റിക് ആണ്. പ്രൈസ് എത്ര കൂടിയാലും അവരത് മേടിക്കാൻ തയ്യാറാവും. അങ്ങനെയുള്ള ലക്ഷൂറിയസ് പ്രൊഡക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇത്തരം അഡീഷണൽ താരിഫ് ഇമ്പോസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് ആന്റി ഡംപിംഗ് താരിഫ്. എന്താണെന്ന് അറിയാലോ? ഡംപിംഗ് തടയാൻ വേണ്ടി അഡീഷണലി ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. ഓക്കെ, സോ ഡംപിംഗ് എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്താണ്? ഡംപിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റുകൾ അവർക്ക് മതിയായി, അവരുടെ ഈ മാർക്കറ്റിൽ ഇനി അത് നിലനിൽക്കില്ല എന്ന് തോന്നുന്നതാണ്. അപ്പോൾ ആ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ ആ പറയുന്ന പ്രൊഡക്റ്റുകൾ എല്ലാം കൂടി ചുവന്ന് മറ്റൊരു മാർക്കറ്റിൽ കൊണ്ടുവന്ന് വളരെ കുറഞ്ഞ പ്രൈസിൽ വിറ്റ് തീർക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഡംപിംഗ് എന്ന് പറയുന്നത്. സോ അറ്റ് ടൈംസ് exporters will sell their goods at extreme low price to capture the market. This is called dumping. വളരെ കുറഞ്ഞ പ്രൈസിന് മാർക്കറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയായിരിക്കും ഇത്തരം ആക്ടിവിറ്റീസ് നടത്തുന്നത്. അതിനെയാണ് ഡംപിംഗ് എന്ന് പറയുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് ദിസ്,
domestic companies will find it difficult to survive. Like in the case of subsidy. സബ്സിഡിക്ക് പറഞ്ഞതുപോലെ തന്നെ ഡംപിങ് ചെയ്യുമ്പോൾ ചൈനീസ് പ്രൊഡക്റ്റ് ഒക്കെ ഡംപ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കണ്ടതല്ലേ. അവരുടെ പ്രൊഡക്റ്റുകൾ വന്നപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ പ്രൊഡക്റ്റുകൾക്ക് യാതൊരു ഡിമാൻഡും ഇല്ലാതാവുന്നു. ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന അഡീഷണൽ ഡ്യൂട്ടിയാണ് ആന്റി ഡംപിങ് താരിഫ്. ദെൻ പ്രൊട്ടക്റ്റീവ് താരിഫ്. പ്രൊട്ടക്റ്റീവ് താരിഫും ഇതേ രീതി തന്നെയാണ്. അതായത് പ്രൊട്ടക്റ്റീവ് താരിഫ് ഈസ് എനാക്റ്റഡ് വിത്ത് ദി എയിം ഓഫ് പ്രൊട്ടക്റ്റിംഗ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി ഫ്രം ഫോറിൻ കോമ്പറ്റീറ്റേഴ്സ്. ഫോറിൻ കോമ്പറ്റീറ്റേഴ്സ് വരുമ്പോൾ ഇന്ത്യയിൽ വരുമ്പോൾ അവരിൽ നിന്നും ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് പ്രൊട്ടക്റ്റീവ് താരിഫ് ഇമ്പോസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് എ ടാക്സ് added into the goods imported into a country. Protective tariffs are taxes that are intended to increase the cost of the foreign import and make them less attractive. മുമ്പ് നമ്മൾ മൂന്നിടത്തും പറഞ്ഞ അതേ കൺസെപ്റ്റ്. നമ്മളുടെ ഡൊമസ്റ്റിക് ഇക്കോണമി, ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യണം, പ്രൊഡക്ട്സിനെ പ്രൊട്ടക്ട് ചെയ്യണം. അതിനുവേണ്ടി ഫോറിൻ ഇമ്പോർട്ടുകൾ വരുമ്പോൾ അതിൽ ഇമ്പോസ് ചെയ്യുന്ന മറ്റൊരു താരിഫാണ് പ്രൊട്ടക്റ്റീവ് താരിഫ്. അങ്ങനെ ഓർക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഇത്രയുമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് താരിഫ് ബാരിയേഴ്സ്. സ്പെസിഫിക് ഡ്യൂട്ടി, അഡ് വലാറം ഡ്യൂട്ടി, കമ്പൈൻഡ് ഓർ കോമ്പൗണ്ട് ഡ്യൂട്ടി, സ്ലൈഡിംഗ് സ്കെയിൽ ഡ്യൂട്ടി, കൗണ്ടർ വേരിയന്റ് ഡ്യൂട്ടി, റവന്യൂ താരിഫ് ആൻഡ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ആൻഡ് ഫൈനലി പ്രൊട്ടക്റ്റീവ് താരിഫ്. ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ, സോ ഇനി നമുക്ക് ഒരു ഏരിയയും കൂടിയാണ് ഉള്ളത്, നോൺ താരിഫ് ബാരിയർ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അവസാനത്തെ ഏരിയ. സോ താരിഫ് ബാരിയർ എന്താന്ന് പറഞ്ഞു. താരിഫ് അല്ലാതെ മറ്റ് തടസ്സങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ അതിനെ നോൺ താരിഫ് ബാരിയർ എന്ന് പറയാം. താരിഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതുവരെ നമ്മൾ ഓരോ ടാക്സുകൾ ഇമ്പോസ് ചെയ്യുമായിരുന്നു. സ്പെസിഫിക് ഡ്യൂട്ടി, അഡ് വലാറം ഡ്യൂട്ടി, പ്രൊട്ടക്റ്റീവ് താരിഫ്. ഇവിടെ എല്ലാം ഒരു എമൗണ്ട് ആണ് അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചത്. അതേസമയം ഒരു എമൗണ്ട് മേടിക്കാതെ ഇമ്പോർട്ടിനെ തടയാൻ വേണ്ടി മറ്റ് മെഷേഴ്സ്, മറ്റ് തടസ്സങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതെല്ലാം നോൺ താരിഫ് ബാരിയേഴ്സ് ആണ്. So non-tariff barrier is any barrier other than a tariff that raises an obstacles, ഒരു തടസ്സം മുന്നോട്ട് വയ്ക്കുന്നു with the free flow of goods into the overseas market. അതായത് പല രീതിയിലുള്ള നോൺ താരിഫ് ബാരിയേഴ്സ് ഉണ്ട്, നമുക്ക് കാണാം. ആദ്യത്തത് കോട്ട സിസ്റ്റമാണ്. കോട്ട സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് വയ്ക്കാറ്. ഇത്രയും ക്വാണ്ടിറ്റി മാത്രമേ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതായത് ഇമാജിൻ ഫോറിൻ ഗുഡ്സ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫോറിൻ പ്രോഡക്റ്റ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. ആ പ്രോഡക്റ്റിന്റെ ഇത്ര യൂണിറ്റ് മാത്രമേ ഒരു വർഷത്തിൽ നമ്മുടെ രാജ്യത്തേക്ക് ടോട്ടൽ ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു കണ്ടീഷൻ വയ്ക്കുകയാണെങ്കിൽ അത് കോട്ടയാണ്. ഓക്കെ, സോ ദിസ് ഇസ് എ സിസ്റ്റം. ദി കൺട്രി വിൽ ഫിക്സ് ഇൻ അഡ്വാൻസ് ദി ലിമിറ്റ് ഓഫ് ഇമ്പോർട്ട് ക്വാളിറ്റി. അതായത് ഇമ്പോർട്ട് ക്വാളിറ്റി എത്രയാണ്, ക്വാളിറ്റി അല്ല ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റിയാണ് ഇമ്പോർട്ട് ചെയ്യാവുന്നത് എന്നുള്ളത് സ്പെസിഫിക് കമ്മോഡിറ്റി എത്രമാത്രം ഇമ്പോർട്ട് ചെയ്യാമെന്ന് മുൻകൂട്ടി തീരുമാനിക്കും. അതിൽ കൂടുതൽ ഒരു യൂണിറ്റ് പോലും ഗവൺമെന്റ് ഇമ്പോർട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. സോ എ കമ്മോഡിറ്റി വുഡ് ബി പെർമിറ്റഡ് ഫ്രം വേരിയസ് കൺട്രീസ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ്. അങ്ങനെ പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇപ്പോൾ കാറാണെന്ന് വിചാരിക്കുക, ഒരു ഓട്ടോമൊബൈൽ എന്ന് പറയുന്ന കാറ്റഗറി ആണെങ്കിൽ ജപ്പാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്ന ഓട്ടോമൊബൈല് ഒരു വർഷത്തിൽ 10,000 യൂണിറ്റ്സ് മാത്രമേ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു മാസത്തിൽ 10,000 മാത്രമേ പാടുള്ളൂ എന്ന് ഗവൺമെന്റ് ഒരു റെസ്ട്രിക്ഷൻ വയ്ക്കുകയാണെങ്കിൽ അത് കോട്ട സിസ്റ്റമാണ്. ഈ കോട്ട പല രീതിയിലാകാം. ഒന്നെങ്കിൽ കസ്റ്റംസ് കോട്ട. കസ്റ്റംസ് കോട്ട എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐറ്റംസ് ഇത്രയേ കൊണ്ടുവരാൻ പാടുള്ളൂ എന്നുള്ള ലിമിറ്റ് വയ്ക്കുന്നത് ഐറ്റംസ് ബേസ്ഡ് ആണെങ്കിൽ അതിനെ കസ്റ്റംസ് കോട്ട എന്ന് പറയും. അതേസമയം യൂണിലാറ്ററൽ കോട്ട. യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യം, ഒരു പർട്ടിക്കുലർ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഇത്രേ പാടുള്ളൂ. ആ ഒരു പർട്ടിക്കുലർ രാജ്യത്തെ പോയിന്റ് ചെയ്തുകൊണ്ടാണെങ്കിൽ നമ്മൾ അതിനെ യൂണിലാറ്ററൽ കോട്ട എന്ന് പറയും. ബൈലാറ്ററൽ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ് പ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് വെക്കുന്നു. മൂന്നാമതായിട്ട് മൾട്ടിലാറ്ററൽ കോട്ട, അതായത് രണ്ടിൽ കൂടുതൽ രാജ്യങ്ങൾ, മീൻസ് ഒരുപാട് രാജ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഈ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാവുന്ന ഗുഡ്സിന് ഒരു ലിമിറ്റ് വയ്ക്കുകയാണ്. അതിനെയാണ് മൾട്ടിലാറ്ററൽ കോട്ട എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോട്ട. ഓക്കെ, കോട്ട സിസ്റ്റം ആലോചിക്കുക. ലിമിറ്റ് ഓഫ് ദി ഇമ്പോർട്ട് ക്വാണ്ടിറ്റി. ഇമ്പോർട്ട് ക്വാണ്ടിറ്റി ഇത്രമാത്രം ലിമിറ്റ് ചെയ്യുന്ന രീതിയാണ് കോട്ട സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കൺസെപ്റ്റ് പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡ്സ്. മോസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് ഇമ്പോസ് പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ പലപ്പോഴും കേട്ട് കാണും, ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്ത പല പ്രൊഡക്റ്റുകളും യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് റിജക്ട് ചെയ്യപ്പെട്ടതായി, അല്ലെങ്കിൽ അറേബ്യൻ കൺട്രീസ് ഒക്കെ പലപ്പോഴും റിജക്ട് ചെയ്യാറുണ്ട്. അവർ പറയുന്നത് സ്റ്റാൻഡേർഡ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അല്ല,
ആ സ്റ്റാൻഡേർഡ് ഇല്ല, സ്പെസിഫിക്കേഷൻ ഇല്ല എന്നായിരിക്കും. സോ അവർ പറയും നിർബന്ധമായിട്ട് ഇന്ന സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. ഇന്ന ഇപ്പോൾ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ, ISO പോലുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഒരു സ്പെസിഫൈ ചെയ്യുന്ന ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ അത് റിജക്ട് ചെയ്യപ്പെടും. അതാണ് പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ്സ്. അതും ഒരു കോട്ട പോലെ മറ്റൊരു റെസ്ട്രിക്ഷൻ ആയിട്ട് വർക്ക് ചെയ്യപ്പെടും. ദെൻ ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ് മറ്റൊരു സിറ്റുവേഷൻ ആണ്. അതായത് ഇവിടെ ഒരു പ്രൊഡക്റ്റ് വിൽക്കണമെങ്കിൽ, ഇന്ത്യയിൽ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തതായിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള എംപ്ലോയീസിനെ ഉപയോഗിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഡൊമസ്റ്റിക് കണ്ടന്റ് ഇതിനകത്ത് വേണം എന്ന് നിർബന്ധം പറയുകയാണെങ്കിൽ അതും ഒരു റെസ്ട്രിക്ഷൻ അല്ലേ? സോ ദാറ്റ് ഈസ് കോൾഡ് ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ് വെൻ എ ഫോറിൻ കമ്പനി മേക്സ് പ്രോഡക്റ്റ് ഇൻ എ കൺട്രി. ഒരു രാജ്യത്ത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ദി മെറ്റീരിയൽസ്, പാർട്സ് എക്സെട്ര ദാറ്റ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ദാറ്റ് കൺട്രി റാദർ ദാൻ ഇമ്പോർട്ടഡ്. അതായത് ഇവിടെ തന്നെ അത് ഉണ്ടാക്കണം, ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് എല്ലാം ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ് ആണ്. ഓക്കെ, മിനിമം ലെവൽ ഓഫ് ലോക്കൽ കണ്ടന്റ് ഈസ് സംടൈംസ് റിക്വയർഡ് അണ്ടർ ട്രേഡ് ലോസ്. ചില ട്രേഡ് ലോസ് ഒക്കെ അത് പറയാറുണ്ട്. മിനിമം സാധാരണഗതിയിൽ എംപ്ലോയ്മെന്റ് സെന്റഡ് ആയിട്ടാണ്. അതായത് ഇത്രയും 50% എംപ്ലോയ്മെന്റ് ലോക്കൽ പോപ്പുലേഷന് കൊടുക്കണം എന്നുള്ള നിർബന്ധമൊക്കെ പറയാറുണ്ട്. അതെല്ലാം ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ് ഭാഗമായിട്ടാണ്. ദെൻ അടുത്തത് പ്രൊഡക്റ്റ് ലേബലിംഗ് ആണ്. ഇപ്പോൾ ലേബലിംഗ് എന്ന് പറയുമ്പോൾ സർട്ടൻ നേഷൻസ് ഇൻസിസ്റ്റ് ഓൺ സ്പെസിഫിക് ലേബലിംഗ് ഫോർ ദി പ്രൊഡക്റ്റ്. ഫോർ ഇൻസ്റ്റൻസ്, യൂറോപ്യൻ യൂണിയൻ ഇൻസിസ്റ്റ് ഓൺ പ്രൊഡക്റ്റ് ലേബലിംഗ് ഇൻ മേജർ ലാംഗ്വേജ് സ്പോക്കൺ ഇൻ യൂറോപ്യൻ യൂണിയൻ. അതായത് അവിടെ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ അവിടെ സംസാരിക്കുന്ന മേജർ ലാംഗ്വേജുകളിലെല്ലാം പ്രോഡക്റ്റിന്റെ പേര് എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, അതൊരു ലേബലിംഗ് കൺസെപ്റ്റ് ആണ്. ആ ലേബലിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കൂ. സോ അതൊരു ബാരിയർ ആയിട്ട് പറയാം. അടുത്തത് പാക്കേജിംഗ് റിക്വയർമെന്റ് ആണ്. റീസൈക്ലബിൾ പാക്കേജ് വേണം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? യൂറോപ്യൻ യൂണിയൻ പറയുന്നത് റീസൈക്ലബിൾ പാക്കേജിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ചാൽ മാത്രമേ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റൂ. പ്ലാസ്റ്റിക് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള കണ്ടീഷൻസും പറയാം. പിന്നെ വരുന്നത് കൗൺസിലർ ഫോർമാലിറ്റീസ് ആണ്. ഗവൺമെന്റ് അവരുടെ ഫോറിൻ കൗൺസിലറിൽ നിന്നും പെർമിഷൻ ലെറ്റർ മേടിക്കണം. അങ്ങനെ കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. സോ എ നമ്പർ ഓഫ് ഇമ്പോർട്ടിംഗ് കൺട്രീസ് ഡിമാൻഡ് ദാറ്റ് ദി ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് ഷുഡ് ഇൻക്ലൂഡ് കൗൺസിലർ ഇൻവോയ്സ് സർട്ടിഫിക്കറ്റ് ബൈ ദി കൗൺസിലേറ്റ് സ്റ്റേഷൻ ഇൻ ദി എക്സ്പോർട്ടിംഗ് കൺട്രി. ഇപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു റെസ്ട്രിക്ഷൻ പറയുകയാണ്, ശ്രീലങ്കയിലുള്ള ഇന്ത്യൻ എംബസിയിൽ നിന്നും പെർമിഷൻ, അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിലേറ്റിൽ നിന്നും നിങ്ങൾ പെർമിഷൻ എടുത്തിട്ട് അവിടുത്തെ ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഇത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റൂ എന്ന് പറയുകയാണെങ്കിൽ അതൊരു കൗൺസിലർ ഫോർമാലിറ്റിയാണ്. അത്തരം കൗൺസിലർ ഫോർമാലിറ്റീസ് പലപ്പോഴും റെസ്ട്രിക്ഷൻ ആയിട്ട് വയ്ക്കാറുണ്ട്. പിന്നെ സ്റ്റേറ്റ് ട്രേഡിംഗ് ആണ്. ചില പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഗോൾഡ് പോലുള്ള ഐറ്റംസ് ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് ആരായിരിക്കും? MMTC വഴി മാത്രമേ സാധിക്കൂ. അല്ലാതെ ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് ഗോൾഡ് ഇന്ത്യയിലേക്ക് ഡയറക്റ്റ്ലി ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. അത്തരം റെസ്ട്രിക്ഷൻസ് ആണ് സ്റ്റേറ്റ് ട്രേഡിംഗ് വഴി വരുന്നത്. സോ ചില പ്രൊഡക്റ്റുകൾ നമുക്ക് ഫോറിൻ മാർക്കറ്റിൽ നിന്നും ഒരു കാരണവശാലും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഗവൺമെന്റ് ഡയറക്റ്റ്ലി ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും. ദെൻ പ്രിഫറൻഷ്യൽ അറേഞ്ച്മെന്റ്സ്. ചില രാജ്യങ്ങളുമായിട്ട് പ്രിഫറൻഷ്യൽ എഗ്രിമെന്റ്സ് ഉണ്ടാവും. ദേ ട്രേഡ് പാക്ട് ബിറ്റ്വീൻ കൺട്രീസ് ദാറ്റ് റെഡ്യൂസസ് സർട്ടൻ ടാരിഫ് ഓൺ for certain products to the countries who sign the agreement. While the tariff for not necessarily eliminated, they are lower than countries not party to the agreement. ഒരു ഇക്കണോമിക് ഇന്റഗ്രേഷൻ വയ്ക്കുവാണെങ്കിൽ ആ ഇക്കണോമിക് ഇന്റഗ്രേഷൻ പ്രകാരം ഇപ്പോൾ നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ കൺട്രിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക, പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ പ്രൊഡക്റ്റ് മേടിക്കാം. അതുകൊണ്ട് നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ നോക്കും, അല്ലാതെ വേറൊരു രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യില്ല. സോ അത്തരം എഗ്രിമെന്റ്സ് പ്രകാരം നമുക്ക് ഇമ്പോർട്ടിനെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇമ്പോർട്ടിനെ കുറയ്ക്കാൻ സാധിക്കും. ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ. സോ ഇമ്പോർട്ട് ഹാസ് ടു എൻഷുർ ആഡിക്വേറ്റ് ഫോറക്സ് റിസർവ് ഈസ് അവൈലബിൾ. അതൊരു ആദ്യത്തെയാണ്. ഒരു ഫോറക്സ് ക്ലിയറൻസ് മേടിക്കണം. നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഏത് കറൻസിയിലാണ് പേ ചെയ്യേണ്ടത്? നമ്മുടെ കറൻസിയിലാണോ? അവർക്ക് എന്തിനാണ് നമ്മുടെ കറൻസി? അവർക്ക് അവരുടെ കറൻസി വേണം. സോ ദാറ്റ് മീൻസ് അവർക്ക് അവരുടെ കറൻസി വേണമെങ്കിൽ നമ്മളുടെ കറൻസി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവരുടെ കറൻസി മേടിക്കണം. റൈറ്റ്? നമ്മൾ അവരുടെ കറൻസി മേടിക്കുമ്പോൾ അവരുടെ കറൻസിക്ക് ഡിമാൻഡ് കൂടും, നമ്മളുടെ കറൻസിക്ക് ഡിമാൻഡ് കുറയും. ഓക്കെ, ദാറ്റ് മീൻസ് ഫോറിൻ എക്സ്ചേഞ്ചിൽ നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയുകയാണ്. ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരം റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? എങ്ങനെയാണ് നമ്മുടെ കറൻസിയുടെ മൂല്യം കൂടുന്നത്?
നമ്മുടെ കറൻസി കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യുവാണെങ്കിൽ, അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാശ് തരുന്ന ഫോറിൻ ആളുകളല്ലേ, ആ ഫോറിൻ ഇൻഡിവിജ്വൽസ് നമ്മുടെ കറൻസി ഡിമാൻഡ് ചെയ്യും. നമ്മുടെ കറൻസി ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ, നമ്മുടെ കറൻസിയുടെ വാല്യൂ കൂടും. അതേസമയം നമ്മളിപ്പോൾ കൂടുതൽ ഡോളർ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡോളറിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും, നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു സാഹചര്യമൊക്കെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് കുറെ കണ്ടീഷൻസ് പറയും. അതായത് നിങ്ങളിപ്പോൾ ഒരു എക്സ്പോർട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് അത്രയും കറൻസിയുടെ ഫോറിൻ എക്സ്ചേഞ്ച് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യണം. അതിന് ഗവൺമെന്റ് സാങ്ഷൻ കിട്ടണം. ഗവൺമെന്റ് സാങ്ഷൻ കിട്ടുവാണെങ്കിൽ മാത്രമേ നമുക്ക് സപ്ലൈയുടെ കയ്യിൽ നിന്നും ആ ഗുഡ്സ് മേടിക്കാൻ പറ്റൂ. അത്തരം റെഗുലേഷൻസ് ആണ് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷനിൽ വരുന്നത്. ഓക്കെ, ദെൻ അതർ നോൺ താരിഫ് ബാരിയേഴ്സ്, മറ്റ് ബാരിയേഴ്സ് വരാം. ലൈക്ക് സേഫ്റ്റി റെഗുലേഷൻസ് വേണം, ടെക്നിക്കൽ ഫോർമാലിറ്റീസ്, എൻവയോൺമെന്റൽ റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. എംബാർഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് അവരുമായിട്ട് നടത്താൻ പാടില്ല എന്നുള്ള ചില തടസ്സങ്ങളൊക്കെയാണ്. അത്തരം ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ നോക്കിയിട്ട് മാത്രമേ ട്രേഡിലേക്ക് പോകാൻ സാധിക്കൂ. സോ ഇതെല്ലാമാണ് നോൺ താരിഫ് ബാരിയേഴ്സ്. ഒരു തവണ കൂടി ഞാൻ പറയുന്നു: കോട്ട സിസ്റ്റം, പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡ്, ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ്, പ്രോഡക്റ്റ് ലേബലിംഗ്, പാക്കേജിംഗ് റിക്വയർമെന്റ്സ്, കൗൺസിലർ ഫോർമാലിറ്റീസ്, സ്റ്റേറ്റ് ട്രേഡിംഗ്, preferential arrangements, then foreign exchange regulation, and finally other non-tariff barriers. Clear ആണോ എല്ലാവർക്കും? ഓക്കെ, സോ ഇത്രയും ഏരിയാസ് ആണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇന്റർനാഷണൽ ബിസിനസിന്റെ ബേസിക് കൺസെപ്റ്റിൽ നിന്നും, ദെൻ അപ്രോച്ചസ് ടു ഇന്റർനാഷണൽ ബിസിനസ് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ഇന്റർനാഷണലൈസേഷന്റെ പ്രോസസ്സിനെ പറ്റി പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഇക്കണോമിക് ഇന്റഗ്രേഷനെ പറ്റിയും താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സിനെ പറ്റിയാണ് പറഞ്ഞത്. ഈ പറയുന്ന 5 ഏരിയാസും നമ്മളുടെ എക്സാമിനേഷന് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ നിങ്ങൾ പോവുക, അപ്പം മനസ്സിലാവും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ പ്ലീസ് ഗോ ത്രൂ എവരിത്തിങ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു എവരി വൺ. വീണ്ടും നെക്സ്റ്റ് ഡേ കാണാം. ബൈ.